So once again, good morning all, and welcome to computerized accounting section. So ഇവിടെ ഒരുപാട് പേരുണ്ട്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും, ഒരുപാട് പഠിക്കാത്ത കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ എനിക്ക് ആദ്യം അറിയേണ്ടത് എല്ലാവരുടെ അടുത്തും എക്സൽ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ എക്സൽ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ടോ കയ്യിൽ? ഉണ്ട് സാർ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സ്പ്രെഡ്ഷീറ്റ് അല്ലെങ്കിൽ നമ്മൾ എക്സൽ നമ്മൾ യൂസ് ചെയ്യുന്നത്? ആരെങ്കിലും കുറച്ച് ആൾക്കാരൊന്ന് റെസ്പോണ്ട് ചെയ്യും. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പ്രെഡ്ഷീറ്റ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സൽ യൂസ് ചെയ്യുന്നത്? കാൽക്കുലേഷൻ. ഓക്കെ. പിന്നെ വേറെ ഒരാൾ പറഞ്ഞു 150 ആളുകളുണ്ട്, അന്നൊരു 10 ആളെങ്കിലും പറയണ്ടേ? ഡാറ്റ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡാറ്റ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പൊ നമ്മൾ ഡാറ്റ പ്രൊട്ടക്ട് ചെയ്യാൻ എന്ത് ചെയ്യും? പഠിക്കും. പിന്നെ ഒരു സ്റ്റുഡന്റ് പറഞ്ഞ പോലെ ഹൈ കാൽക്കുലേഷൻസ് അല്ലെ, ഫാസ്റ്റ് ആയിട്ട് കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കും. പിന്നെ എന്തിനൊക്കെ വേണ്ടിയിട്ടാ? ഡാറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്കൊരു റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വലിയൊരു ഡാറ്റ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡാറ്റയിൽ നിന്ന് നമുക്കൊരു തീരുമാനം, ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ നമുക്കൊരു ഡാറ്റനെ പ്രസന്റ് ചെയ്യാൻ, പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യാൻ, ഗ്രാഫിക്കലായിട്ടും അല്ല എന്താ പറയുക സമ്മറി ആയിട്ടൊക്കെ നമുക്ക് പ്രസന്റ് ചെയ്യാൻ നമ്മളെ എക്സൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ എക്സൽ എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറഞ്ഞത് ഏത് കമ്പനിയുടെ ആണ്? ഏത് കമ്പനിയുടെ സോഫ്റ്റ്വെയർ ആണ്? മൈക്രോസോഫ്റ്റ് അല്ലേ? അപ്പോൾ ഇത് പഠിച്ചാലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് മാത്രമല്ല, നിങ്ങൾ ഫ്യൂച്ചറിൽ നിങ്ങൾ എവിടെ ചെല്ലുമ്പോഴോ, ഒരു ജോബിനായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു CMA ക്വാളിഫിക്കേഷൻ ആയിക്കോട്ടെ, കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ക്വാളിഫിക്കേഷൻ ആയിക്കോട്ടെ, ഏതൊരു ഫീൽഡിലും നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഇത് ഹെൽപ്പ് ചെയ്യും. അതായത് ഒരു എന്താ പറയാ, ലൈഫ് ലോങ് നോളജ് അല്ലെങ്കിൽ ലൈഫ് ലോങ് അസറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളെ ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളെ റെസ്യൂമിൽ വെക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ CMAക്ക് ജോയിൻ ചെയ്യുകയാണെന്ന് വെക്കുക, CMA താല്പര്യമുള്ള ആൾക്കാരാണ്, CMAക്ക് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇപ്പൊ നാളെ നിങ്ങളൊരു കോസ്റ്റ് ഓഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സൽ വേണം. പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇന്നിപ്പോ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന ഒരു വേർഡാണ് SAP. ഇതൊരു ERP ആണ്. ERP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ, കമ്പനിയുടെ എല്ലാ ഡാറ്റയും സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സെൻട്രൽ ഡാറ്റാബേസ് ആണ്. ഈ ഡാറ്റാബേസ്, ഈ SAP വർക്ക് ചെയ്യണമെങ്കിലും നമുക്ക് എന്തറിയണം? എക്സൽ അറിയണം. നമ്മൾ നാളെ എവിടെ ജോലി ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിലും, ഏതൊരു മേഖലയിൽ പോവുകയാണെന്നുണ്ടെങ്കിലും, അവിടെ എല്ലാം ആ കമ്പനിയുടേതായിട്ടുള്ള ERPs ഉണ്ടാവും. ഈ ERPസിലെല്ലാം നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതും ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യുന്നതും എക്സലിലാണ്. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഏകദേശം എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ബേസിക് ഫസ്റ്റ് ആയിട്ട് ഷോർട്ട് കട്ട് കീസും അതുപോലെ തന്നെ ഫോർമുലാസും ആയിരിക്കും ചെയ്യുക. ഒരുപാട് പേരുണ്ട്, അപ്പൊ എല്ലാവരും ചെയ്ത് തീരാനുള്ള ഒരു സമയം ഒരു കാര്യത്തിൽ ചിലപ്പം കിട്ടിക്കോളണമെന്നില്ല. അപ്പൊ നിങ്ങൾ പറയണ കാര്യം കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യുക. എന്നിട്ട് അത് ഇപ്പൊ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തിട്ട് സമയം കളയാതെ നമ്മൾ എന്താണോ പറയണത് അത് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലിയർ ചെയ്യാൻ പറ്റും. എന്തായാലും എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യാണ് ഞാൻ. കാരണം ഇങ്ങനൊരു സംഭവം MC അക്കാഡമി അതുപോലെ തന്നെ ICMSഉം ചെയ്തപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു താല്പര്യം, നിങ്ങളൊരു ആഗ്രഹമാണല്ലോ നിങ്ങളോട് എത്തിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഫ്യൂച്ചറിൽ എന്തായാലും എല്ലാവരും നല്ലൊരു സക്സസ്ഫുൾ പൊസിഷനിൽ എത്തട്ടെ. ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ്. സോ can we start?
സോ ഞാൻ സ്ക്രീന് ഷെയർ ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് വിചാരിക്കണം അല്ലേ? യെസ് ഓർ നോ? എന്താണ് 150 ആളുകളായിട്ട് റെസ്പോണ്ട് ഇല്ലാത്തത്? ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഈ ഫയല് ഷെയർ ചെയ്തിട്ടുണ്ട്. എന്റെ സ്ക്രീനിൽ ആരൊക്കെ വരക്കുന്നുണ്ട് പോട്ടെ. ഈ ഫയല് ഞാൻ നിങ്ങൾക്ക് സെൻഡർ ത്രൂ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ ഫയല് ഉള്ളവര് എന്ത് ചെയ്യുക, ഇത് ഓപ്പൺ ചെയ്ത് വെക്കുക. ഓക്കെ, സോ എക്സലിൽ നമ്മൾ ബേസിക് ആയിട്ട് അറിയുന്ന കാര്യങ്ങൾ, അപ്പൊ കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ പഠിച്ചത് കൊണ്ട് തന്നെ, സ്പ്രെഡ്ഷീറ്റിൽ ഓൾറെഡി പഠിച്ചത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളോട് തന്നെ കുറച്ച് ചോദിക്കാം. അപ്പൊ ABCD എന്നൊക്കെ പറഞ്ഞ സംഭവം എന്താണ്? അതിനെന്താ നമ്മൾ പറയാ? പ്ലീസ് 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 റെസ്പോണ്ട്. ഇപ്പൊ കണ്ടോ ABCD എന്താ പറയാ? എന്താണ്? ഉറക്കെ ലൗഡർ. കോളംസ്. ആൻഡ് 1 2 3 4 റോസ്. ഓക്കെ, ഇനി ഇതിനെന്താ നമ്മൾ പറയാ? അങ്ങനെ മേലെ കുറെ എന്താ പറയാ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ. ആരോ ഒരാള് സ്ക്രീനിൽ ഒരാളത് വരുന്നുണ്ടല്ലോ. ഓക്കെ, ഫങ്ഷൻസിനൊക്കെ ഈ ഒരു ഏരിയയൊക്കെ നമ്മൾ എന്താ പറയാ? റിബൺ എന്ന് പറയും, അല്ലെങ്കിൽ ടൂൾ ബാർ എന്ന് പറയും. ഈ ഏരിയക്ക് നമ്മൾ എന്താ പറയാ? ഇവിടെ സ്പേസ് കണ്ടോ? എന്താ പറയാ? അപ്പൊ ഞാനിവിടെ മൗസിന്റെ കഴ്സർ വെക്കുമ്പോ ഇവിടെ എന്താ വരുന്നത്? പേരെന്താ വരുന്നത്? ഫോർമുല ബാർ. ഫോർമുല ബാർ. എക്സലന്റ്. ഇനി ഈ ഒരു സംഭവം കണ്ടോ? ഈ ഒരു സംഭവം ഇതിനെന്താ നമ്മൾ പറയാ? നെയിം ബോക്സ്. നെയിം ബോക്സ് അല്ലേ? ഇനി ഫസ്റ്റ് നമ്മൾ സിമ്പിൾ ആയിട്ട് നിങ്ങൾ നമുക്ക് ഒരു വർക്ക് ചെയ്യണമെങ്കിൽ, എക്സലിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റോസ് ഇൻസേർട്ട് ചെയ്യേണ്ടി വരും, അതുപോലെ കോളംസ് ഇൻസേർട്ട് ചെയ്യേണ്ടി വരും. നിങ്ങൾ നോർമൽ ആയിട്ട് റോസ് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യാറുള്ളത്? ഇപ്പൊ എനിക്ക് ഇവിടെ സിറ്റി 4ഉം സിറ്റി 3യുടെയും ഇടയിലായിട്ട്, അല്ല ഒരു സിറ്റി 3ന്റെ സിറ്റി 4ന്റെ ഇടയിലായിട്ട് ഒരു പുതിയ റോ ഇൻസേർട്ട് ചെയ്യണം, ഒരു ബ്ലാങ്ക് റോ ഇൻസേർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ എങ്ങനെ റോ ഇൻസേർട്ട് ചെയ്യാം? എങ്ങനെ ഇൻസേർട്ട് ചെയ്യാറുള്ളത്? നിങ്ങൾ ഇതുവരെ ചെയ്തതിൽ എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യാറുള്ളത്? എനിവൺ? ഒരു പുതിയ റോ നമ്മളവിടെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? നിങ്ങൾ വോയിസ് കേൾക്കാൻ പറ്റണില്ലേ എല്ലാവർക്കും? സ്റ്റുഡൻസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റണില്ലേ? വോയിസ് കേൾക്കാൻ പറ്റണില്ലേ? ഓക്കെ, കുറച്ച് ആൾക്കാർ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു, ഒരാളില്ലാന്നും പറഞ്ഞു. ഓക്കെ, എന്തായാലും കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കണം. അപ്പൊ നമ്മൾ ഫസ്റ്റ് നിങ്ങൾ പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ തന്നെ പറയാണ്. നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ റോസ് ഇൻസേർട്ട് ചെയ്യേണ്ടി വരും. പുതിയ റോ ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ചെയ്യുക, അതിനൊരു ഷോർട്ട് കട്ട് കീ ഉണ്ട്, Ctrl+Shift+. Ctrl+Shift+. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം അല്ലെ? ടു ഇൻസേർട്ട് എ ന്യൂ റോ ജസ്റ്റ് സി Ctrl+Shift+. കണ്ടോ? പുതിയ റോസ് ഇൻസേർട്ട് ആണ്. സാധാരണ എല്ലാവരും ചെയ്യാറ് എന്താ? ഇവിടെ കൊണ്ടുപോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യും, എന്നിട്ടൊരു റോ ഇൻസേർട്ട് എന്ന് വരും. അതിനൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇവിടെ നമ്മൾ പ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? എവിടെയാണോ നമുക്ക് റോ ഇൻസേർട്ട് ചെയ്യേണ്ടത്, ജസ്റ്റ് ആഡ് Ctrl+Shift+. ഇപ്പൊ ഞാൻ കുറെ പുതിയ റോസ് ഇൻസേർട്ട് ചെയ്തു. നോട്ട് ചെയ്തോ? ഇനി നമുക്ക് റോ ഒഴിവാക്കണം. സോ യു ക്യാൻ യൂസ് ദ ഷോർട്ട് കട്ട് ഫോർമുല Ctrl-. കണ്ടോ? ഞാൻ Ctrl- ഇങ്ങനെ അടിക്കുമ്പോൾ റോ ഡിലീറ്റ് ആണ്. എന്തിനാണ് ഈ ഷോർട്ട് കട്ട്സ് പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എക്സൽ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എക്സൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സ്പ്രെഡ്ഷീറ്റ് ഉപയോഗിക്കുന്നത് നമ്മൾ വർക്ക് ഫാസ്റ്റ് ആക്കാനും കാൽക്കുലേഷൻസ് ഈസി ആക്കാനുമാണ്. അപ്പൊ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു പുതിയ, ഇപ്പോൾ എഫിന്റെ ഉള്ളിലായിട്ട് പുതിയ ഒരു കോളം ഇൻസേർട്ട് ചെയ്യണമെന്ന് വെക്കുക. സെയിം ഫോർമുല നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ Ctrl+Shift+. സി, പുതിയ കോളം എന്ത് ചെയ്യും? ഇൻസേർട്ട് ആവും. ഇനി നിങ്ങൾക്ക് കോളം ഡിലീറ്റ് ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് Ctrl-.
സൂപ്പർ. റോ ഇൻസേർട്ട് ചെയ്യാനും കോളം ഇൻസേർട്ട് ചെയ്യാനും മനസ്സിലായോ? Yes. ഓക്കെ. ഇനി നമ്മൾ സാധാരണ കാൽക്കുലേഷൻസ് ചെയ്യാം. അവിടെ ആരോ പറഞ്ഞു നമ്മൾ എക്സൽ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എക്സൽ യൂസ് ചെയ്യുന്നത് കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പൊ കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഡാറ്റ സെലക്ട് ചെയ്യേണ്ടതുണ്ട് ഇല്ലേ? യെസ് ഓർ നോ? ഇപ്പൊ എനിക്ക് ഈ റവന്യൂവിന്റെ ടോട്ടൽ സമ്മ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? എനിക്ക് ഡാറ്റ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ നോർമൽ ആയിട്ട് ഇപ്പോൾ നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ച സമയത്ത് അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് എന്താണ് ഡാറ്റ സെലക്ട് ചെയ്യുക? നിങ്ങൾ എങ്ങനെയാണ് ഡാറ്റ സെലക്ട് ചെയ്യാറുള്ളത്? ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ റേഞ്ച് എങ്ങനെയാണ് സെലക്ട് ചെയ്യാറുള്ളത്? ഇപ്പൊ എനിക്ക് ഈ ടോട്ടൽ റവന്യൂ കാണണം എന്ന് വെക്കാം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യാറുള്ളത്? ആരെങ്കിലും ഒരാളൊന്ന് പറയോ? ഈക്വൽ ടു സമ്മ്. ഈക്വൽ ടു സമ്മ് വെച്ചിട്ട് നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യും? മൗസ് കൊണ്ടാണോ? സമ്മ് നമ്മൾ ഈക്വൽ ടു സമ്മ് വെച്ച് ചെയ്യുമ്പോൾ ഇതിങ്ങനെ സെലക്ട് ചെയ്യണമല്ലോ. അതെങ്ങനെയാണ് സെലക്ട് ചെയ്യാറുള്ളത്? മൗസ് കൊണ്ടാണോ കീവേഡ്സ് ഉപയോഗിച്ചിട്ടാണോ? കീവേഡ്സ് ഉപയോഗിച്ചിട്ട്. ഏത് കീവേഡാ ഉപയോഗിക്കുക? ഈ ഡാറ്റ ഇത് സെലക്ട് ചെയ്യാൻ ഇപ്പൊ ഞാനിത് മൗസ് കൊണ്ട് ഇങ്ങനെ സെലക്ട് ചെയ്തു. മൗസ് കൊണ്ടല്ല നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം? എന്താണ്? F5:F16. F5:, excellent അല്ലേ? വെരി ഗുഡ്. F5:F15 നമ്മൾ നെയിം ബോക്സിൽ കൊടുക്കുക. അല്ലാണ്ട് F5:, ഡ്രാഗ് ചെയ്താൽ മതി, ക്ലിക്ക് ഡ്രാഗ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ ഇനി നമ്മൾ പുതിയൊരു മെത്തേഡ് പഠിക്കുകയാണ്. F5:F15 വളരെ കറക്റ്റ് ആണ്. പക്ഷെ അതിനൊരു ഡ്രോബാക്ക് ഉണ്ട്, അതുകൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ ഈ ഷീറ്റ് 3 പോവാം. ആരോ ഒരാളെ എന്താ പറയാ സൂമിലൂടെ പൈറേറ്റഡ് ആയിട്ട് എന്റെ സ്ക്രീനിൽ വരുന്നുണ്ട്, എന്താ അറിയില്ല. അപ്പൊ ഇവിടെ കണ്ടോ സാലറി? ഈ ഒരു ഷീറ്റിൽ 100 ആളുണ്ട്. നമ്മൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ 100 ആളല്ല 500 ആളുടെ ഡാറ്റാസ് ഉണ്ടാവും. സോ ഞാനൊന്ന് സ്റ്റോപ്പ് ഷെയർ ചെയ്തിട്ട് ഒന്നുകൂടെ ഷെയർ ചെയ്യുന്നുണ്ട്, കാരണം സ്ക്രീനിൽ ആരോ എറർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇപ്പൊ സ്ക്രീന് കാണണ്ടല്ലോ അല്ലേ? അപ്പൊ ഇവിടെ സാലറി കണ്ടോ? 100 ആളെ സാലറി ഉണ്ട്. അപ്പൊ നമുക്ക് ഡ്രാഗ് ചെയ്യാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്ന്, ഇപ്പൊ നിങ്ങൾ ലാപ്ടോപ്പിലാണ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ മൗസ് പാഡ് അല്ലെങ്കിൽ പെട്ടെന്ന് പോയി കിട്ടും. രണ്ടാമത്തത് നമ്മൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ഇവിടുന്ന് ഈ കാര്യം ചിലപ്പോൾ അറിയാതെ നമ്മൾ ഇതാവുക, അപ്പോൾ ഇതായി പോകും. എപ്പോഴും നിങ്ങൾ ഇനി സെലക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യേണ്ട കീസ് ആണ് കൺട്രോൾ ഷിഫ്റ്റ് ആരോ കീസ്. എപ്പോഴും നമ്മൾ സെലക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താണ്? കൺട്രോൾ ഷിഫ്റ്റ്. അതായത് ഒരു കോളം എൻറ്റയർ ആയിട്ട് ഇപ്പൊ എനിക്ക് ഈ സാലറിയുടെ ടോട്ടൽ ഇത് കിട്ടണം, എന്താ പറയാ, സമ്മ് കിട്ടണം എന്ന് വെക്കാം. അപ്പൊ എനിക്ക് സാലറിയുടെ ടോട്ടൽ സമ്മ് കിട്ടണം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഫസ്റ്റ് സെല്ലിൽ ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, ഡൗൺ ആരോ. സി എൻറ്റയർ ഡാറ്റ സെലക്ടഡ് ആണ്. കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ. അപ്പൊ ഇനി തൊട്ടിട്ട് നമ്മളിപ്പോ 2 ദിവസം കൂടെ വർക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. ഇനി തൊട്ടിട്ട് നമ്മൾ സെലക്ട് ചെയ്യാൻ എന്ത് യൂസ് ചെയ്യാൻ പാടുള്ളൂ? കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ കീസ്. ഇത് മുഴുവൻ ഡാറ്റ സെലക്ട് ചെയ്യാനാണ്. ഇപ്പൊ എനിക്ക് ആദ്യത്തെ ഒരു 5 സാലറി മാത്രം സെലക്ട് ചെയ്താൽ മതി. എനിക്ക് ആദ്യത്തെ ഒരു 5 സാലറി മാത്രം സെലക്ട് ചെയ്താൽ മതി. അപ്പൊ എനിക്ക് കൺട്രോൾ യൂസ് ചെയ്യേണ്ട, ജസ്റ്റ് പ്രസ് ഷിഫ്റ്റ് കീ ആൻഡ് ആരോ കീസ്. ഇപ്പൊ 5 ആണെങ്കിൽ 1 2 3 4 5 5 സാലറി സെലക്ട് ചെയ്യാം. സി നമുക്ക് എത്രയാണോ ഇനി പകുതി സെലക്ട് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചിട്ട് എന്ത് കൊടുത്താൽ മതി? ആരോ കീസ് കൊടുത്താൽ മതി. കൺട്രോൾ ഷിഫ്റ്റ് ആരോ, ഡൗൺക്കാണെങ്കിൽ ഡൗൺ ആരോ. ഇനി നമുക്ക് റൈറ്റ് സൈഡിലേക്കാണ് സെലക്ട് ചെയ്യേണ്ടത് നോക്കാം. അപ്പൊ കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ആരോ കീ. മക്കളെ ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആയോ? Yes. ഓക്കെ, സോ നമുക്ക് അടുത്ത സ്റ്റെപ്പ് പോയിക്കൂടെ? അടുത്ത ടോപ്പിക് പോയിക്കൂടെ? ഓക്കെ, ഇനി ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബേസിക് കാൽക്കുലേഷൻസ് ആണ് അല്ലെ?
ബേസിക് കാൽക്കുലേഷൻസ് എങ്ങനെ ചെയ്യാന്നുള്ളത്. ഇപ്പൊ എന്തൊക്കെയാണ് ബേസിക് കാൽക്കുലേഷൻസ്? ഇപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോണത് സമ്മാണ്. ഇപ്പൊ കുറെ പേർക്ക് നമുക്ക് സം അറിയുണ്ടാവും. സമ്മ് ചിലവര് നോർമലി ഈ രീതിയിൽ ചെയ്യുന്നുണ്ടാവും. മുഴുവൻ സെലക്ട് ചെയ്തിട്ട് എക്സലിൽ തന്നെ ഓട്ടോ സം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, ചെയ്യുന്നുണ്ടാവും. നമ്മൾ ഇന്ന് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സലിൽ നിങ്ങൾക്ക് എപ്പോഴും നല്ലത് ഫോർമുല യൂസ് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യാണ്. നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോണത് സമ്മാണ്. നിങ്ങൾ സ്കൂളിൽ നിങ്ങൾ പഠിക്കുമ്പോഴും ചെയ്തിട്ടുണ്ടാവും. അപ്പൊ സമ്മിന്റെ ഫോർമുല എന്താ? നമുക്കറിയാം എക്സലില് എപ്പോ നമ്മൾ ഫോർമുല യൂസ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം, ഏത് ഫോർമുലയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈസ് ഈക്വൽ ടു വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഏത് ഫോർമുല ആയിക്കോട്ടെ, ഏത് ഫോർമുലയാണെന്നുണ്ടെങ്കിലും വി ഷുഡ് സ്റ്റാർട്ട് വിത്ത് ഈസ് ഈക്വൽ ടു. ഇനി നമ്മൾ എന്താണ് സം അല്ലെ? അപ്പൊ എസ് യു എന്ന് അടിച്ചു കഴിഞ്ഞാൽ കുറെ ഡ്രോപ്പ് ഡൗൺ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, താഴോട്ട് പോയിട്ട് സമ്മിന്റെ അവിടെ എത്തും. നമ്മൾ ഏരോ കീ വെച്ചിട്ട് സമ്മിന്റെ അവിടെ എത്തും. ഇനി നിങ്ങൾ എന്താണ് ബ്രാക്കറ്റ് കൈ വെച്ചിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാറാണോ, അതോ വേറെ ഏതെങ്കിലും കീ ആണോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ ഉപയോഗിക്കാറ്? സമ്മ് ചെയ്യുമ്പോൾ ഏതെങ്കിലും കീ ആണോ പ്രസ് ചെയ്യാറ്, അതോ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാറാണോ സാധാരണ സമ്മ് ചെയ്യുമ്പോൾ ചെയ്യാറ്? നിങ്ങൾ സമ്മ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഷിഫ്റ്റ് വെച്ചിട്ട്. ഇനി ഷിഫ്റ്റ് വെച്ചിട്ട് ചെയ്യണ്ട, കാരണം ഷിഫ്റ്റ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും വേണം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും വേണം. നിങ്ങളെ സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങളെ കീബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ ടാബ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. ക്യൂവിന്റെ അടുത്ത്, ക്യൂവിന്റെ അടുത്ത് ടാബ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കണ്ടോ? ഞാനിപ്പോ സമ്മിലെത്തി, ഞാൻ ജസ്റ്റ് ടാബ് പ്രസ് ചെയ്തു. ഇപ്പൊ എന്താ സംഭവിച്ചത്? ഓട്ടോമാറ്റിക് ആയിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ആയി. കണ്ടോ? ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് ഈ റവന്യൂന്റെ സമ്മാണ് കാണേണ്ടത്. നമുക്കിപ്പോ സെലക്ട് ചെയ്യാൻ എങ്ങനെയെന്ന് അറിയാം. കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ നമ്മൾ സെലക്ട് ചെയ്തു. ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണ്ട, ജസ്റ്റ് എൻ്റർ കൊടുത്താൽ മതി. കണ്ടോ, നമുക്ക് സം കിട്ടി. ക്ലിയർ ആയോ? ഒന്നും കൂടെ പറയാം, അടുത്ത ഫോർമുല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ എല്ലാ ബേസിക് ഫോർമുലാസും നമ്മൾ ചെയ്യും. ക്ലിയർ? ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാവും, ബട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യുക, എന്നാലും എനിക്ക് അടുത്തൊരു ടോപ്പിക് പറയാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടുള്ളൂ. ചിലപ്പം സ്പീഡ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഇതുണ്ടാവാം, നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടാവാം. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോണത് എന്താണ്? നമ്മൾ കാണാൻ പോണത് ആവറേജ് അല്ലെങ്കിൽ മാക്സിമം അല്ലെ? ഈ റവന്യൂസിൽ റവന്യൂ ആണ് മാക്സിമം വാല്യൂ. ഏത് സിറ്റിയുടെ റവന്യൂ മാക്സിമം എന്ന് അറിയേണ്ടത്. അപ്പൊ നമ്മൾ ഇപ്പൊ വലിയൊരു ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു ചെറിയ ഡാറ്റയിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ എനിക്ക് ഇവിടെ സാലറി ഉണ്ട് അല്ലെ, 100 ആളെ സാലറി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 100 ആളിൽ ആർക്കാണ് ഹയസ്റ്റ് സാലറി, അല്ലെങ്കിൽ എത്രയാണ് ഹയസ്റ്റ് സാലറി എന്ന് എനിക്കറിയണം. ഇത് നാളെ നിങ്ങൾ ചിലപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ, മക്കളൊന്ന് മ്യൂട്ടാക്കി, ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനമാണ്, വലിയൊരു ഫിഗർ തരും. ഇപ്പൊ ഒരു എക്സ്പെൻസ് ആവാം, എത്രയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പേ ചെയ്ത എക്സ്പെൻസ് എമൗണ്ട് എത്രയാണ് നിങ്ങൾക്ക് അറിയേണ്ടി വരും. പേ ചെയ്ത എക്സ്പെൻസ് എമൗണ്ട് എത്രയാണ് നിങ്ങൾക്ക് അറിയേണ്ടി വരും. പ്ലീസ് മ്യൂട്ട്. അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷൻ നമുക്ക് നമ്മളെ വർക്കിൽ വരും അല്ലെ? അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ നമുക്ക് അതിനൊരു ഉപകാരം അല്ലെങ്കിൽ ഒരു ആവശ്യം ഉണ്ടാവണമല്ലോ. ഒരു കമ്പനി ആകുമ്പോൾ നമുക്കൊരു മാസത്തിൽ ഒരുപാട് എക്സ്പെൻസ് വരും. ഇതിൽ ഏറ്റവും ഹയസ്റ്റ് എക്സ്പെൻസ് എത്രയെന്ന് അറിയണം. ഇവിടെ ഇപ്പൊ ഒരു സ്റ്റാഫിന്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പൊ ഏത് സ്റ്റാഫിനാണ് അല്ലെങ്കിൽ എത്രയാണ് ഏറ്റവും ഹയസ്റ്റ് സാലറി കൊടുക്കണമെന്ന് എനിക്ക് അറിയണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, ഷീറ്റ് 1 തന്നെ എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എന്താണ് മാക്സിമം വാല്യൂ കണ്ടെത്താൻ എന്താ ചെയ്യാം, മാക്സിമം. അതിനുള്ള ഫോർമുലയാണ്. അതൊരാളെ മ്യൂട്ടാക്കിയിട്ടില്ല, ഒന്ന് മ്യൂട്ടാക്കണേ. ഓക്കെ, ഞാൻ എല്ലാവരും മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതിനുള്ള നെക്സ്റ്റ് ഫോർമുലയാണ്. ഇപ്പൊ നമുക്ക് എന്താ കണ്ടെത്തേണ്ടത്, ആർക്കാണ് അല്ലെങ്കിൽ ഹയസ്റ്റ് സാലറി എത്രയാണെന്ന് അറിയണം അല്ലെ? ആ കമ്പനിയിൽ ഹയസ്റ്റ് സാലറി എത്രയാണെന്ന് അറിയണം. സോ ഈസ് ഈക്വൽ ടു, ഫോർ നെക്സ്റ്റ് ഫോർമുല ആണ് എന്ത്, MAX മാക്സ്
മാക്സ് ചെയ്തിട്ട് നമ്മൾ ഇനി ഷിഫ്റ്റ് വെച്ചിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണ്ട. എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് പ്രസ് ടാബ് പ്രസ് ചെയ്യുക, ഷീറ്റ് 3 പോവുക, എന്നിട്ട് എന്ത് ചെയ്യുക? സാലറി കൺട്രോൾ ഷിഫ്റ്റ് വെച്ച് സെലക്ട് ചെയ്യുക. ദെൻ പ്രസ് എന്റർ. എത്രയാണ് ഹയസ്റ്റ് സാലറി? കൺട്രോൾ ഷിഫ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ, ഡാറ്റ സെലക്ട് ചെയ്യാൻ എന്താ യൂസ് ചെയ്യേണ്ടത്? കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ കീ. കണ്ടോ? ഇതേപോലെ ഇപ്പൊ ഡാറ്റ ഒന്നും കൂടെ ചെയ്തു തരാം. ഈസ് ഈക്വൽ ടു, സ്പീഡ് ഉണ്ടെങ്കിൽ പറയണേ, ഈസ് ഈക്വൽ ടു മാക്സ് ടാബ്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ആവും. എനിക്ക് കണ്ടെത്തേണ്ടത് എന്താണ്? ആരാണ് അല്ലെങ്കിൽ എത്രയാണ് നമ്മളെ കമ്പനി കൊടുക്കുന്ന ഹയസ്റ്റ് സാലറി? ഏറ്റവും ഹയസ്റ്റ് സാലറി എത്രയാണെന്ന് എനിക്ക് അറിയണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഷീറ്റ് 3 സാലറി ഡീറ്റെയിൽസ് ഉള്ളത്. ഷീറ്റ് 3 ക്ലിക്ക് ചെയ്ത് ഇവിടെ ഷീറ്റ് 3 ക്ലിക്ക് ചെയ്യും. എന്നിട്ട് സാലറിയുടെ ഫസ്റ്റ് സെല്ല് ക്ലിക്ക് ചെയ്യും. സാലറിയുടെ ഫസ്റ്റ് സെല്ല് ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ. ഇപ്പൊ കണ്ടോ? ആ കോളം മുഴുവൻ സെലക്ട് ചെയ്തു. കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ കീ. എന്നിട്ട് എന്ത് ചെയ്യാം? ഇവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? എന്റർ പ്രസ് ചെയ്യാം. ഇപ്പൊ എനിക്ക് ഇവിടെ കിട്ടി. എത്രയാണ് മാക്സിമം കൊടുക്കണ എമൗണ്ട്? എത്രയാണ്? നിങ്ങൾ കാണുന്നില്ലേ? 95,000. പിന്നെ എക്സലിന്റെ ഒരു കേസ് മക്കളെ, ഇപ്പൊ നിങ്ങൾക്ക് പറയുമ്പോൾ ഇത് എളുപ്പമായിട്ട് തോന്നും, ഈസി ആയിട്ട് തോന്നും. പക്ഷെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താലാണ് നിങ്ങൾക്ക് ഇത് ഒരു കോൺഫിഡൻസോട് കൂടി വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്നിപ്പോ ഇവിടെ പറഞ്ഞ കാര്യം ഞാൻ പറയണ ഓൺ ദ സ്പോട്ട് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. പക്ഷെ ഇന്ന് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾക്ക് ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക, അപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകും, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. ഈ ഫോർമുലാസ് എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ പറയുന്ന സ്റ്റെപ്സും കീസും നോട്ട് ചെയ്ത് വെക്കുക, ഇപ്പൊ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ. Got it? ഇനി നെക്സ്റ്റ് നമുക്ക് മിനിമം സാലറി കാണണം. ആർക്കാണ് ഏറ്റവും കുറച്ച് പൈസ, അല്ലെങ്കിൽ എത്രയാണ് ഏറ്റവും കുറച്ച് പൈസ കൊടുക്കണമെന്ന് അറിയണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് എന്ത്? ഈസ് ഈക്വൽ ടു, അതിനുള്ള ഫോർമുലയാണ് MIN, മിനിമം. ടാബ് പ്രസ് ചെയ്യുക, ഗോ ടു ഷീറ്റ് 3. Go to sheet 3, control shift down arrow. Control shift key വെച്ചിട്ട് എന്ത് ചെയ്യുക? ഡൗൺ ആരോ പ്രസ് ചെയ്യുക, എന്റർ അടിക്കുക. So minimum figure is 7,000. ഏതാണ് ഒന്നും കൂടെ പറയേണ്ടത്? ഇവിടെ എല്ലാം ഫോർമുല മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എല്ലാം സെയിം ആണ്. ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ചെയ്യുന്ന മെത്തേഡ് എല്ലാം സെയിം ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലാസ് മാത്രമാണ് എന്ത് വരുന്നത്? വ്യത്യാസം വരുന്നത്. ഫസ്റ്റ് ഫോർമുലന്റെ കേസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സം നമ്മൾ ഈസ് ഈക്വൽ ടു സം ടാബ് ബട്ടൺ പ്രസ് ചെയ്യും. സെക്കൻഡ് ഫോർമുലന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ഈസ് ഈക്വൽ ടു മാക്സ്, ഷീറ്റ് 3 പോയിട്ട് എൻ്റർ സാലറി സെലക്ട് ചെയ്യുക. മിനിമം ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സെയിം ഈസ് ഈക്വൽ ടു MIN. അപ്പൊ നമ്മൾ എന്താ പറയാ, ചെയ്യണ കാര്യങ്ങൾ രീതിയിലൊന്നും വ്യത്യാസമില്ല. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഈ ഫോർമുലാസ് മാത്രം മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പൊ ഇതുവരെ മിസ്സായവര് ഏതാണ് നിങ്ങൾക്ക് പറഞ്ഞില്ല, എന്താണ് കറക്റ്റ് ഒന്നും കൂടെ പറയാൻ പറഞ്ഞത് എന്ന്. അടുത്തൊരു ഫോർമുല പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോ നെക്സ്റ്റ് നമ്മളെ റിക്വയർമെന്റ് ആണ്. ഷീറ്റ് 3 നമ്മളെ സാലറി ഉള്ളത് അല്ലേ. അപ്പൊ എനിക്ക് പുതിയൊരു ഇതിൽ ഇപ്പൊ നമ്മൾ ഏറ്റവും മാക്സിമം സാലറി എത്രയെന്ന് കണ്ടു. എനിക്ക് രണ്ടാമത്തെ ഏറ്റവും ഹയസ്റ്റ് സാലറി എത്രയെന്ന് അറിയണം. എനിക്ക് രണ്ടാമത്തെ ഏറ്റവും ഹയസ്റ്റ് സാലറി എത്രയാണെന്ന് എന്ത് ചെയ്യേണ്ടതുണ്ട്? അറിയേണ്ടതുണ്ട്. അപ്പോ അതറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മളെ ടാസ്ക്. എന്താണ്? വി വാണ്ട് ടു നോ സെക്കൻഡ് ലാർജസ്റ്റ് സാലറി. സെക്കൻഡ് ലാർജസ്റ്റ് സാലറി നമ്മൾ മാക്സിമം സാലറി നമ്മൾ കണ്ടെത്താനുള്ളത് കണ്ടുപിടിച്ചു. ഇനി സെക്കൻഡ് ലാർജസ്റ്റ് സാലറി എത്രയെന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? കണ്ടെത്തേണ്ടതുണ്ട്. സെക്കൻഡ് ലാർജസ്റ്റ് സാലറി എത്രയെന്ന് നമ്മൾ
കണ്ടെത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനു വേണ്ടിയിട്ട് അതിനുള്ള ഫോർമുലയാണ് നോട്ട് ചെയ്യുക, ലാർജ്. സ്പീഡ് കുറക്കണമെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് അല്ലെങ്കിൽ പറയുക. കാരണം പലരും ഏകദേശം 170 പേരുണ്ട്. അപ്പോൾ പല ആളുകളും പല ഗ്രാസ്പിംഗ് കപ്പാസിറ്റിയിലുള്ളതായിരിക്കും. ഇപ്പൊ നമ്മൾ എന്താണ്, നമ്മുടെ ടാസ്ക് എന്താണ്? നമുക്ക് സെക്കൻഡ് ലാർജസ്റ്റ് ഫിഗർ എത്രയെന്ന് അറിയണം. എത്രയാണ് നമ്മൾ സെക്കൻഡ് ലാർജസ്റ്റ് സാലറി കൊടുക്കുന്നത് എന്ന് അറിയണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈസ് ഈക്വൽ ടു എന്താണ് ഫോർമുല? ലാർജ്. ലാർജ് അവിടെ ഫസ്റ്റ് തന്നെ വരുന്നുണ്ട്. നേരെ ടാബ് ബട്ടൺ പ്രസ് ചെയ്യാം. ഓട്ടോമാറ്റിക് ആയിട്ട് എന്താണ്, ബ്രാക്കറ്റ് ഓപ്പൺ ആകും. ബ്രാക്കറ്റ് ഓപ്പൺ ആയിട്ട് നമ്മളെ സാലറി ഉള്ളത് എവിടെയാണ്? ഷീറ്റ് 3-ലാണ്. ഷീറ്റ് 3 ക്ലിക്ക് ചെയ്യാം. സാലറി, എൻറ്റയർ സാലറി സെലക്ട് ചെയ്യാം. നമ്മൾ എൻറ്റയർ സാലറി സെലക്ട് ചെയ്തു. അത് ഇവിടെ ഫോർമുല ബാറിൽ വന്നത് കണ്ടോ? ഷീറ്റ് 3 നമ്മൾ സെലക്ട് ചെയ്ത റേഞ്ച് ഇവിടെ ഫോർമുല ബാറിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സെക്കൻഡ് ലാർജസ്റ്റ് വാല്യൂ എത്രയെന്ന് അറിയണം അല്ലേ? സെക്കൻഡ് ലാർജസ്റ്റ് ഫസ്റ്റ് നമ്മൾ കണ്ടു. ഫസ്റ്റ് എത്രയാണ് കൊടുക്കുന്നത്? 95,000 ആണ് കൊടുക്കുന്നത്. സെക്കൻഡ് ലാർജസ്റ്റ് നമ്മൾ എത്രയാണ് കൊടുക്കേണ്ടത് നമ്മൾ അറിയണം. അപ്പോൾ അതിന് നമ്മൾ വേണ്ട ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ലാർജസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കോമ 2 എന്ന് വെച്ചുകൊടുക്കുക, എൻ്റർ അടിക്കുക. കണ്ടോ? ഇപ്പൊ നമുക്ക് സെക്കൻഡ് ലാർജസ്റ്റ് സാലറി കിട്ടി 93,766. ഇനി നമുക്ക് ഇതിന് പകരം തേർഡ് ലാർജസ്റ്റ് സാലറി ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതേ ഫോർമുല ബാറിൽ പോയിട്ട് ഈ 2നെ ഫ്രണ്ടിലായിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ബാക്ക് സ്പേസ് അടിച്ച് അത് ഒഴിവാക്കുക, 3 പ്രസ് ചെയ്യുക, ബ്രാക്കറ്റിന്റെ പുറത്ത് വന്നിട്ട് കർസർ ക്ലിക്ക് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പൊ നമുക്ക് തേർഡ് ലാർജസ്റ്റ് സാലറി കിട്ടി. ഇനി ഫോർത്ത് ലാർജസ്റ്റ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ 3നെ ഒഴിവാക്കുക, 4 പ്രസ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പൊ നമുക്ക് ഏത് രീതിയിലാണ് വേണ്ടത്, ഏത് റേഞ്ചിലാണ് വേണ്ടത് എന്നുള്ളതിന്റെ സാലറി എന്ത് കിട്ടും? നമുക്ക് കിട്ടും. ക്ലിയർ ആയോ? ലാർജ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്? സെക്കൻഡോ തേർഡോ ഫോർത്തോ ഫിഫ്തോ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ക്ലിയർ? Yes. ഇനി ലാർജിന്റെ ഓപ്പോസിറ്റ് എന്താ? Small. സ്മോൾ. അപ്പൊ സ്മോൾ എന്തിനായിരിക്കും ഉപയോഗിക്കേണ്ടാവുക? Smallest number. സ്മോളസ്റ്റ് നമ്മൾ മിനിമം വെച്ച് കണ്ടുപിടിച്ചു അല്ലെ? അപ്പോ സെക്കൻഡ് സ്മോളസ്റ്റ് അല്ലെങ്കിൽ തേർഡ് സ്മോളസ്റ്റ് അല്ലെങ്കിൽ ഫോർത്ത് സ്മോളസ്റ്റ് ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സ്മോൾ യൂസ് ചെയ്യുന്നത്. സെയിം പ്രോസസ് തന്നെയാണ് സ്മോൾ. നമ്മൾ എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ്, ആരാണ് ഒന്നും കൂടെ പറയാനുള്ളത്? അവർ ജസ്റ്റ് മനസ്സിലാക്കുക. ഇവിടെ ഫോർമുല മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. നമ്മൾ ചെയ്യുന്ന പ്രോസസ് എല്ലാം സെയിം ആണ്. നമുക്ക് ഇവിടെ കണ്ടെത്തേണ്ടത് എന്താണ്? എത്രയാണ് ഏറ്റവും മിനിമം സാലറി? നമുക്കറിയാം 7,000 ആണ്. 7,000 കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്മോളസ്റ്റ് സാലറി എത്രയാണ്? 7,000 കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്മോളസ്റ്റ് സാലറി എത്രയാണ്? ഇതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈസ് ഈക്വൽ ടു ഓട്ടോമാറ്റിക് ആയിട്ട് സ്മോൾ അല്ലെ? എസ് എം എന്ന് പഠിച്ചപ്പോ തന്നെ സ്മോൾ വന്നു. ഇനി എന്ത് ചെയ്താൽ മതി? ടാബ് എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്യാം. നമ്മൾ ടാബ് എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്തു. ഇനി നമ്മളെ ഡാറ്റ എവിടെയുള്ളത്? ഷീറ്റ് 3-ലാണ്. ഗോ ടു ഷീറ്റ് 3. ഷീറ്റ് 3-ൽ വന്നിട്ട് എന്ത് ചെയ്യാം? ഈ സാലറി സെലക്ട് ചെയ്തു. ഇനി നമുക്ക് എന്താ അറിയേണ്ടത്? സെക്കൻഡ് സ്മോളസ്റ്റ്.
കോമ 2. ഈ കോമ ഇടാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. കോമ ഇൻവേർട്ടഡ് കോമ എക്സലിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമുക്ക് കണ്ടോ സെക്കൻഡ് സ്മോളസ്റ്റ് സാലറി കിട്ടി. ഏറ്റവും മിനിമം 7,000, സെക്കൻഡ് സ്മോളസ്റ്റ് 9,000. ഇനി എനിക്ക് തേർഡ് സ്മോളസ്റ്റ് കിട്ടണം. ഞാൻ എന്താ ചെയ്യേണ്ട? ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞേ. എനിക്ക് തേർഡ് സ്മോളസ്റ്റ് ആണെങ്കിൽ എന്താ ഞാൻ ചെയ്യേണ്ടത്? നമുക്ക് ഇവിടെ ഓൾറെഡി എന്തുണ്ട്? ആൻസർ ഉണ്ട് അല്ലേ? അപ്പോ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഫോർമുല ബാറിൽ വരും ഈസ് ഈക്വൽ ടു സ്മോൾ, നമ്മുടെ ഡാറ്റ വരും. നമ്മൾ അവിടെ പോയിട്ട് വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഈ 2 ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്താൽ മതി? 3. എന്നിട്ട് എന്ത് ചെയ്യാ? എന്റർ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഫോർമുല നമുക്ക് ചെയ്യാനുള്ളതാണ് കൗണ്ട്. കൗണ്ട് പിന്നെ നിങ്ങൾ എല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? എന്തിനാ കൗണ്ട് ഉപയോഗിക്കുന്നത്? എന്തിനാ കൗണ്ട് ഉപയോഗിക്കുന്നത്? ടോട്ടൽ എത്ര ആളുണ്ടെന്ന് കൗണ്ട് ചെയ്യാൻ അല്ലേ? സിമ്പിൾ. അപ്പൊ അവിടെ ഒന്നുമില്ല, നമ്മൾ എന്താ ചെയ്യാം? ഈസ് ഈക്വൽ ടു കൗണ്ട്. ഇവിടെ എത്ര എംപ്ലോയീസ് ഉണ്ട് എനിക്ക് അറിയണം. എത്ര എംപ്ലോയീസിന് ഞാൻ സാലറി കൊടുക്കേണ്ടത് എനിക്ക് അറിയണം. ഇവിടെ പോയിട്ട് എന്ത് ചെയ്യാം? ഈ റേഞ്ച് സെലക്ട് ചെയ്യാം. എത്ര ആൾക്ക് സാലറി കൊടുക്കുന്നുണ്ട്? 100 ആൾക്ക്. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോണതാണ് കൗണ്ട് ഈഫ്. ഇത് കുറച്ച് നമുക്ക് ഉപയോഗമുള്ള കാര്യമാണ്. അപ്പൊ കൗണ്ട് ഈഫ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഷീറ്റ് തന്നെ ചെയ്യുന്നു, ഇവിടെ മനസ്സിലാക്കാൻ അതാണ് നന്നാവുക. കൗണ്ട് ഈഫ് എന്ന് പറഞ്ഞ ഫോർമുല എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആർക്കെങ്കിലും അറിയോ? നിങ്ങൾ പഠിച്ചത് വെച്ചിട്ടൊന്ന് പറയാൻ പറ്റുമോ? കൗണ്ട് ഈഫ് കണ്ടീഷൻ വരുമ്പോ ഒരു എക്സാമ്പിൾ പറയാം മോളെ. 1,000-ന് മുകളിൽ സാലറി വാങ്ങുന്ന എത്ര ആൾക്കാർ? എക്സലന്റ് അല്ലേ? നമുക്കറിയണം റവന്യൂ. ഇവിടെ എക്സാമ്പിൾ എടുക്കാം. ഏതൊക്കെ സിറ്റിക്കാണ്, അല്ലെങ്കിൽ എത്ര സിറ്റി? ഇവിടെ മൊത്തം 12 സിറ്റീസ് ഉണ്ട് അല്ലെ? ഈ 12 സിറ്റിയിൽ എത്ര സിറ്റിക്ക് 5,000-ന്റെ മേലെ റവന്യൂ ഉണ്ടെന്ന് എനിക്ക് അറിയണം. മൊത്തം 12 സിറ്റി ഉണ്ട്. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ എടുത്ത് ചെയ്യുന്നത് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഈ സിറ്റീസിൽ എത്ര സിറ്റിക്ക് 5,000-ന്റെ മേലെ റവന്യൂ ഉണ്ടെന്ന് നമുക്ക് അറിയണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് എന്ത്? കൗണ്ട് ഈഫ്. നമ്മൾ എന്താ ചെയ്യുക? ഈസ് ഈക്വൽ ടു കൗണ്ട് ഈഫ്. എന്നിട്ട് എന്ത് ചെയ്യും? റേഞ്ച് സെലക്ട് ചെയ്യും അല്ലേ? റേഞ്ച് സെലക്ട് ചെയ്തതിന് ശേഷം എന്താണ് നമ്മളെ ക്രൈറ്റീരിയ? എത്ര സിറ്റിക്ക് 5,000-ന്റെ മേലെ റവന്യൂ ഉണ്ടെന്ന് അറിയണം. അപ്പൊ നമ്മൾ എപ്പോഴും ക്രൈറ്റീരിയ സ്റ്റാർട്ട് ചെയ്യുമ്പോ നോട്ട് ചെയ്യുക, ക്രൈറ്റീരിയ സ്റ്റാർട്ട് ചെയ്യുമ്പോ ഡബിൾ ഇൻവേർട്ടഡ് കോമ എന്ത് ചെയ്യണം? ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ഡബിൾ ഇൻവേർട്ടഡ് കോമ ഇട്ട് കൊടുത്തു. ഇനി എന്താണ് നമ്മുടെ ക്രൈറ്റീരിയ? ഗ്രേറ്റർ ദാൻ 5,000 അല്ലെ? ഹൈ അല്ലെങ്കിൽ ഹയർ ദാൻ 5,000. ഡബിൾ ഇൻവേർട്ടഡ് കോമ ക്ലോസ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പാടില്ല? മറക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ക്രൈറ്റീരിയ കൊടുത്തു, എൻ്റർ അടിച്ചു. ഇപ്പൊ എത്ര ഉണ്ട്? ഔട്ട് ഓഫ് 12 സിറ്റി റവന്യൂ 5,000-ന്റെ മേലെ റവന്യൂ എത്ര സിറ്റീസിനുണ്ട്? 8 സിറ്റീസിന് 5,000-ന്റെ മേലെ ഉണ്ട്. ഇനി നമുക്ക് 9,000-ന്റെ മേലെ എത്ര സിറ്റീസിനുണ്ടെന്ന് അറിയണമെങ്കിൽ 5,000 മാറ്റിയിട്ട് ജസ്റ്റ് 9,000 ആക്കി കൊടുക്കുക, എൻ്റർ അടിക്കുക. 4 സിറ്റീസിനാണ് എന്തുള്ളൂ? 9,000-ന്റെ മേലെ റവന്യൂ ഉള്ളൂ. ഓക്കെ, സോ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കൗണ്ട് ഈഫ് യൂസ് ചെയ്യുന്നത്. സോറി, ഇനി ഇതിൽ ഏത് ഫോർമുലയാണ് നിങ്ങൾക്ക് ഒന്നും കൂടെ പറയേണ്ടത് എന്നൊന്ന് പറഞ്ഞുതരാം. ഒന്ന് ചാറ്റിൽ വെച്ച് ടെക്സ്റ്റ് ചെയ്താൽ മതി. എല്ലാ ഫോർമുലയും പറയണം എന്ന് പറഞ്ഞാൽ ഓക്കെ ഇല്ല. ഓക്കെ, കൗണ്ട് ഈഫ് അല്ലേ? പിന്നെ മിനിമം കൗണ്ട്. ഇപ്പൊ നമ്മൾ ലോക്ക്ഡൌണിന് പുറത്തേക്ക് ഇറങ്ങുന്ന പോലെയാണ്. ഓക്കെ, അപ്പൊ കൂടുതൽ ആൾക്കാരും കൗണ്ടും കൗണ്ട് ഈഫും ആണ്. ഒരാൾ ലാർജ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ ഞാനിനി ലാർജിന്റെ കേസ് നിങ്ങളോടെ ചോദിക്കുകയുള്ളൂ. ഓക്കെ, നിങ്ങൾ ഒരു കാര്യം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഫോർമുലാസ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഞാൻ ഇപ്പൊ ഫോർമുല ബാറിൽ ഫോർമുല വരും. അപ്പൊ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ സം ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈസ് ഈക്വൽ ടു സം റേഞ്ച്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം. മക്കളെ, ഞാൻ പറഞ്ഞ രീതി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സമ്മ നോട്ട് ചെയ്തോ? നെക്സ്റ്റ് മാക്സിമം, അതിന്റെ ഫോർമുല ബാറിൽ കണ്ടോ ഫോർമുല വരുന്നത്, നോട്ട് ചെയ്യുക. ഈ ഷീറ്റ് 3 എന്ന് വരാൻ കാരണം നമ്മൾ ഷീറ്റ് 3ത്തെ സാലറിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ ഏത് ഷീറ്റിൽ നിന്നാണോ റേഞ്ച് സെലക്ട് ചെയ്യുന്നത് അത് അവിടെ ഫോർമുലയിൽ കാണിക്കും. ഇനി മിനിമം നോട്ട് ചെയ്യാം. ഇനി മിനിമം നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലാർജ്. ഇത് ഓരോന്ന് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കണേ. ലാർജ് എന്തിനാണെന്നുള്ളത് ജസ്റ്റ് വെക്കാൻ എന്തെങ്കിലും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ 4 എന്നിട്ടത് എന്തുകൊണ്ടാ? 4th ലാർജസ്റ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട്. 2 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് ലാർജസ്റ്റ് കിട്ടും. 3 ആണെങ്കിൽ നമുക്ക് തേർഡ് ലാർജസ്റ്റ് കിട്ടും. നോട്ട് ചെയ്തോ? അടുത്തത് സ്മോൾ. Next count.
നെക്സ്റ്റ് കൗണ്ട് ഇഫ്. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? സോറി, ഞാൻ നിങ്ങളുടെ ടെക്സ്റ്റ് ഉണ്ട്. കേൾക്കണില്ല മക്കളെ? ഇല്ല, എന്തൊക്കെ ആയി. ഓക്കെ, ഞാൻ ഒന്നും കൂടെ നിങ്ങൾ ചോദിച്ച ഫോർമുലാസ് പറയാം. ഒന്ന് ഫസ്റ്റ് കൗണ്ട് ഈഫ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് കൗണ്ട് ഈഫ് നമ്മൾ ഉപയോഗിക്കുന്നത് അതാദ്യം മനസ്സിലാക്കുക. എപ്പോഴാണ് നമ്മൾ കൗണ്ട് ഈഫ് ഉപയോഗിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൗണ്ട് ഈഫ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഓൾറെഡി നിങ്ങളെ കൂട്ടത്തിൽ തന്നെ ഒരാൾ പറഞ്ഞു, എന്താണ്, ഇപ്പൊ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അല്ലെ. ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് റവന്യൂ ഉണ്ട്. ഇപ്പോ 12 സിറ്റിയിൽ എത്ര സിറ്റീസിന് എന്താ പറയാ റവന്യൂ 5000-ന്റെ മേലെ ഉണ്ടെന്ന് അറിയണം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഇവിടെ ഇപ്പോ സാലറി പകരം നമ്മൾ ഇൻസെന്റീവ്, എത്ര സ്റ്റാഫിന് 100 സ്റ്റാഫ് ഉണ്ട്, 100 സ്റ്റാഫിൽ എത്ര സ്റ്റാഫിന് 7000 രൂപയുടെ മേലെ ഇൻസെന്റീവ് കിട്ടിയിട്ടുണ്ടെന്ന് അറിയണം. എത്ര സ്റ്റാഫിന് 7000 രൂപയുടെ മേലെ ഇൻസെന്റീവ് കിട്ടിയിട്ടുണ്ടെന്ന് അറിയണം. അല്ലെങ്കിൽ എത്ര പേർക്ക് 50,000-ന്റെ മേലെ സാലറി ഉണ്ടെന്ന് അറിയണം. ഇങ്ങനത്തെ പല ആവശ്യങ്ങൾ നമുക്ക് വരും. അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കൗണ്ട് ഈഫ് എന്ന് പറഞ്ഞ ഫോർമുല യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? നമ്മൾ എന്താ ചെയ്യേണ്ടത്? എനിക്കിപ്പോ ഇൻസെന്റീവ് 7000 രൂപയുടെ മേലെ എത്ര ആൾക്കാർക്ക് ഉണ്ടെന്ന് അറിയണം. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഫോർ എക്സാമ്പിൾ ഇൻസെന്റീവ്, നമ്മുടെ റിക്വയർമെന്റ് എന്താണ്? ടു നോ ഇൻസെന്റീവ് above 7,000. To know how many people have incentive above 7,000. നമ്മൾ എന്ത് ചെയ്യും? ഈസ് ഈക്വൽ ടു ന്റെ കൂടെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്ത് നോക്കുക. കൗണ്ട് ഈഫ്. നമ്മൾ എന്താണ് ഷീറ്റ് 3-ൽ പോവുക. ഷീറ്റ് 3-ൽ പോയിട്ട് ഇൻസെന്റീവ് എൻ്റെ റേഞ്ച് സെലക്ട് ചെയ്യാം. ഇൻസെന്റീവ് സെലക്ട് ചെയ്തതിന് ശേഷം കോമ, എന്താണ് നമ്മളെ ക്രൈറ്റീരിയ? എത്ര പേർക്ക് 7000-ന്റെ മേലെ ഇൻസെന്റീവ് ഉണ്ടെന്ന് അറിയണം. സോ ഡബിൾ ഇൻവേർട്ടഡ് കോമ ഇടുക, ഗ്രേറ്റർ ദാൻ ഇടുക, 7,000 ഡബിൾ ഇൻവേർട്ടഡ് കോമ ക്ലോസ് ചെയ്യുക, ദെൻ പ്രസ് എൻ്റർ. ഉണ്ടോ? 100 പേരിൽ എത്ര പേർക്ക് ആ ഇൻസെന്റീവ് 7000-ന്റെ മേലെ കൊടുത്തിട്ടുള്ളത്? 30 പേർക്കാണ് ഇൻസെന്റീവ് 7000-ന്റെ മേലെ കൊടുത്തിട്ടുള്ളത്. ക്ലിയർ ആയോ കൗണ്ട് ഈഫ്? ഇനി കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിൽ ഏറ്റവും നമ്മൾ പറഞ്ഞ ഫോർമുലയിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ഫോർമുലയാണ് കൗണ്ട്. മൊത്തം ഒരുപാട് സംഭവം നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൊത്തം എത്ര ഉണ്ട് എന്ന് നമുക്ക് അറിയണം, എണ്ണം കിട്ടണം. ആ എണ്ണം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് എന്ത്? കൗണ്ട്. ഒന്നുമില്ല, നമുക്കിപ്പോ എത്ര ആൾക്കാരുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈസ് ഈക്വൽ ടു കൗണ്ട്. ജസ്റ്റ് കൗണ്ട് ടൈപ്പ് ചെയ്യുക, ടാബ് പ്രസ് ചെയ്യുക, നേരെ പോയിട്ട് എന്ത് ചെയ്യുക? എത്ര ആൾക്കാർക്ക് ഇൻസെന്റീവ് കൊടുത്തിട്ടുണ്ടെന്ന് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നിട്ട് ആ റേഞ്ച് മുഴുവൻ സെലക്ട് ചെയ്യുക, പ്രസ് ചെയ്യുക. എന്താ 100. ഇനി ഏതാണ് പറയേണ്ടത്? ലാർജോ? ലാർജ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? സെക്കൻഡ് ലാർജസ്റ്റും തേർഡ് ലാർജസ്റ്റ് അല്ലെങ്കിൽ ഫോർത്ത് ലാർജസ്റ്റ് ഒക്കെ നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്നുമില്ല, നമ്മൾ ചെയ്യാൻ പറഞ്ഞല്ലോ, ചെയ്യുന്ന മെത്തേഡ് എല്ലാം സെയിം ആണ്. ഈസ് ഈക്വൽ ടു ലാർജ് ഷീറ്റ് 3, സെക്കൻഡ് ലാർജസ്റ്റ് ഇൻസെന്റീവ് എത്ര കൊടുത്തത് നമുക്ക് അറിയണം.
അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഷീറ്റ് 3 പോവുക, ഇൻസെൻറ്റീവ്. ഇവിടെ സെക്കൻഡ് ലാർജസ്റ്റ് ആണെങ്കിൽ കോമട്ട് കൊടുക്കുക, സെക്കൻഡ് 9670 ആണ് നമ്മൾ സെക്കൻഡ് ലാർജസ്റ്റ് കൊടുത്ത ഇൻസെൻറ്റീവ്. ഓക്കെ, ഇതിൽ നമുക്ക് പറയാനുള്ളത് ഒന്നും കൂടിയാണ്, ആവറേജ് ആണ്, ഒന്നുമില്ല, ഇതേ സംഭവം തന്നെ. ഈസ് ഈക്വൽ ടു ആവറേജ്. ആവറേജ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഈ റവന്യൂ എടുക്കുക തൽക്കാലം, ഷീറ്റിൽ ഇങ്ങനെ പോയി പോണ്ട. ആവറേജ് കിട്ടും. ഒരു ഡാറ്റയുടെ ആവറേജ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? ഞാനൊന്ന് സ്റ്റോപ്പ് ഷെയർ ആക്കുന്നുണ്ട്, കാരണം എൻ്റെ സ്ക്രീനിൽ ആരെല്ലാം കയറി വരക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആവറേജിന്റെ ഫോർമുല കൂടെ നോട്ട് ചെയ്യാം. ഒന്നുമില്ല, ഈസ് ഈക്വൽ ടു ആവറേജ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എക്സലില് ഒരേ കാര്യങ്ങൾ തന്നെ പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോ നമ്മൾ ഒരു ഡാറ്റ വെച്ചിട്ടാണ് എല്ലാം ചെയ്യണമെന്ന് വെക്കുക. ഇപ്പൊ നമ്മൾ സാലറിനെ പറ്റിയിട്ടാണ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സാലറിയുടെ സമ്മാണ്, സാലറിയുടെ മാക്സിമം ആണ്, സാലറിയുടെ മിനിമം ആണ്, സാലറിയുടെ ലാർജ് ആണ്, അല്ലെങ്കിൽ സാലറിയുടെ കൗണ്ട് ആണ്, കൗണ്ട് ഇഫ് ആണ്, എന്തോ ആയിക്കോട്ടെ. ഇപ്പൊ നമുക്കിപ്പോ എപ്പോഴും നമ്മൾ ഫേസ് ചെയ്തൊരു പ്രോബ്ലം എന്താ, ഇവിടെ എല്ലാ പ്രാവശ്യവും നമ്മൾ എന്ത് ചെയ്യണം, ഷീറ്റ് 3 പോകണം, കൺട്രോൾ ഷിഫ്റ്റ് ആരോ കീ വെച്ചിട്ട് സാലറി സെലക്ട് ചെയ്യണം, അല്ലേ? ഇതാണ് നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം. ഞാൻ അതിനൊരു ഷോർട്ട് കട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. നിങ്ങൾക്ക് സെയിം ഒരു ഡാറ്റ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ സെയിം റേഞ്ച് വെച്ചിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് വേറെ രീതിയിൽ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ടോപ്പിക്ക് പോവാലോ? ഓക്കെ, എന്താണ് നെയിം ബോക്സിന്റെ യൂസ്? അതൊന്ന് പറഞ്ഞേ ആദ്യം. എന്താണ് ഈ നെയിം ബോക്സിന്റെ യൂസ്? അത് ഏത് റോ ആണ്, കോളാണ് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, പിന്നെ നെയിം ബോക്സിന്റെ യൂസ് ആണ്, ഇപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഏതെങ്കിലും ഒരു പ്രത്യേക സെല്ലിലേക്ക് പോകണം. ഫോർ എക്സാമ്പിൾ എനിക്ക് Z10 പോകണം. അപ്പൊ ഞാൻ Z10 ടൈപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു. സി കണ്ടോ, എന്റെ കർസർ Z10 ഇനിയിപ്പോ എനിക്ക് A1 തന്നെ വരണമെന്നുണ്ടെങ്കിൽ A1 Z10 മാറ്റിയിട്ട് എന്ത് ചെയ്താൽ മതി, A1 പ്രസ് ചെയ്തിട്ട് എൻ്റർ അടിച്ചാൽ മതി. ഇവിടെ ഇനിയുള്ള നെയിം ബോക്സിന്റെ യൂസ് ആണ് നമ്മളെ വർക്ക് പകുതി കുറക്കുക. പകുതി 90 അല്ലെങ്കിൽ 75% നമ്മളെ വർക്ക് ഒരു സെയിം റേഞ്ചുമായിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറക്കാൻ പറ്റും. അപ്പൊ അതെന്താണ് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ എന്താണ് ഇതുവരെ വർക്ക് ചെയ്തത്? സാലറിയുടെ സമ്മ്, സാലറിയിൽ മാക്സിമം, സാലറിയിൽ മിനിമം, സാലറിയിൽ ലാർജ്, സാലറിയിൽ സ്മോൾ, സാലറിയുടെ കൗണ്ട് ഇഫ്, ഇങ്ങനെ നമ്മൾ വർക്ക് ചെയ്തത്. ഞാൻ എന്താ ചെയ്യണം നോക്ക്. ഞാൻ ഷീറ്റ് 3 ഫസ്റ്റ് പോകും. ഷീറ്റ് 3 പോയിട്ട്
സാലറി, ഈ സാലറി മുഴുവനായിട്ട് സെലക്ട് ചെയ്യും. കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ, ഷീറ്റ് 3 പോയിട്ട് സാലറി മുഴുവനായിട്ട് സെലക്ട് ചെയ്യും. കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ. എന്നിട്ട് ഇവിടെ ഞാൻ പേരുണ്ടാക്കും, നെയിം കൊടുക്കും, SALARY സാലറി. എന്നിട്ട് എൻ്റർ അടിക്കും. ഇനി ഞാൻ ഇവിടെ വീണ്ടും ഇത് സെലക്ട് ചെയ്യുമ്പോൾ നോക്കിക്കോ, എന്താ നെയിം ബോക്സിൽ വരുന്നത്? സാലറി. സാലറി എന്നാണ് വരുന്നത്. അതായത് നമ്മൾ ഈ ഒരു റേഞ്ചിന് നമ്മൾ എന്ത് കൊടുത്തു? ഒരു പേര് കൊടുത്തു. ഇനി എനിക്ക് സാലറിയുമായി ബന്ധപ്പെട്ട കാൽക്കുലേഷൻസ് ചെയ്യണമെന്ന് വെക്കാം. എനിക്ക് സാലറിയുമായി ബന്ധപ്പെട്ട കാൽക്കുലേഷൻസ് ചെയ്യണമെന്ന് വെക്കാം. അപ്പൊ എനിക്ക് ഇവിടെ സാലറിയുടെ ടോട്ടൽ കൗണ്ട് കാണുമെന്ന് വെക്കാം. എന്താണ് എനിക്ക് കാണേണ്ടത്? സാലറിയുടെ ടോട്ടൽ കൗണ്ട്. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ നോക്ക്, ഈസ് ഈക്വൽ ടു കൗണ്ട്. നോർമൽ ആയിട്ട് നമ്മൾ ഫോർമുല ചൂസ് ചെയ്യും. ഇനി അവിടെ പോയിട്ട് വീണ്ടും റേഞ്ച് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ടൈപ്പ് സാലറി. കണ്ടോ? ഇനി എനിക്ക് സാലറിയിലെ ഏറ്റവും മാക്സിമം സാലറി എത്ര അറിയണമെങ്കിൽ വീണ്ടും അവിടെ പോയിട്ട് റേഞ്ച് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈസ് ഈക്വൽ ടു MAX മാക്സ് ടാബ് സാലറി ടാബ് എൻ്റർ. നമ്മൾ വർക്ക്, അതായത് ഈ റേഞ്ച് സെലക്ഷൻ എന്ന് പറഞ്ഞ വർക്ക് നമുക്ക് എന്താണ് പറ്റേ ഒഴിവാക്കാൻ പറ്റി. ഒന്നുമില്ല, നമ്മളൊരു ചെറിയ കാര്യം കൊടുത്തിട്ടുള്ളൂ. എന്താണോ വേണ്ടത് ആ റേഞ്ച് സെലക്ട് ചെയ്തു. ആ റേഞ്ച് സെലക്ട് ചെയ്തിട്ട് എന്ത് കൊടുത്തു? അതിന്റെ പേര് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഫോർമുലയിൽ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയിട്ട് എന്താണ് റേഞ്ച് സെലക്ട് ചെയ്യുന്നതിന് പകരം ആ പേര് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഇപ്പോ നെയിം ബോക്സിന്റെ യൂസ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നെയിം ബോക്സ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഇതുവരെ എന്താ ചെയ്തിരുന്നത്? നമ്മളൊരു എൻ്റയർ ഡാറ്റയുടെ മാക്സിമോ അല്ലെങ്കിൽ മിനിമോ ലാർജോ സ്മോളോ ഒക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തിരുന്നത്? ആരെന്ന് പറഞ്ഞേ? നമ്മൾ ഈസ് ഈക്വൽ ടു ഫോർമുല ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പോയിട്ട് ആ റേഞ്ച് സെലക്ട് ചെയ്യണം അല്ലേ? നമ്മൾ ഇങ്ങനെ പോയിട്ട് എന്ത് ചെയ്യുന്നു? ആ സാലറി മുഴുവൻ കൺട്രോൾ ഷിഫ്റ്റ് വെച്ചിട്ട് സെലക്ട് ചെയ്യുന്നു, ഡൗൺ ഏരോ വെച്ചിട്ട് അല്ലേ? ആ വർക്ക് നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ പോവാണ്? ഒഴിവാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണത്? നമ്മൾ ഏതിൻ്റെയാണോ നമ്മൾ എന്താ പറയുക കാൽക്കുലേഷൻ, ഏത് റേഞ്ചിന്റെ കാൽക്കുലേഷൻ ആണോ ചെയ്യാൻ പോകുന്നത് ആ റേഞ്ചിന് നമ്മൾ പേര് കൊടുക്കും. എങ്ങനെ നമ്മൾ പേര് കൊടുക്കുക? ഇപ്പൊ എനിക്ക് ഈ റവന്യൂവിന്റെ പല രീതിയിലുള്ള കാൽക്കുലേഷൻ ആണ് ചെയ്യേണ്ടതെന്ന് വെക്കുക. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരാൾ പറഞ്ഞേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? റേഞ്ച് സെലക്ട് ചെയ്യുക. ഈ റേഞ്ച് ഞാൻ എന്ത് ചെയ്യുക? നേരെ സെലക്ട് ചെയ്യുക, കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ, റേഞ്ച് സെലക്ട് ചെയ്തു. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? നെയിം ബോക്സിൽ വരിക. നെയിം ബോക്സിൽ വന്നിട്ട് ഈ L5 എന്നുള്ളത് എന്ത് ചെയ്യുക? ഒഴിവാക്കുക. ഒഴിവാക്കിയിട്ട് അവിടെ റവന്യൂ നമുക്കറിയാൻ വേണ്ടിയിട്ട് റവന്യൂ എന്ന് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് എൻ്റർ അടിക്കുക. എന്നിട്ട് നമ്മൾ ഒന്നും കൂടെ ചെക്ക് ചെയ്യുക. നമ്മൾ ഇത് സെലക്ട് ചെയ്ത് നോക്കുക. അപ്പൊ എന്താ കാണിക്കുന്നത്? റവന്യൂ എന്നാ കാണിക്കുന്നത്. ഈ ഡാറ്റ എന്താ കാണിക്കുന്നത്? റവന്യൂ എന്നാ കാണിക്കുന്നത്. ഇനി എനിക്ക് ടോട്ടൽ എല്ലാ സിറ്റിയിൽ നിന്നും കൂടെ എത്ര റവന്യൂ ഉണ്ടെന്ന് അറിയണം, അതായത് സം അറിയണം. അപ്പൊ ഞാൻ എന്ത് ചെയ്താൽ മതി? ഈസ് ഈക്വൽ ടു സം ടാബ്. മുന്നേ നമ്മൾ എന്താ ചെയ്തിരുന്നത്? ഇത് പോയിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്തിരുന്നു. ഇനി അത് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നേരെ എന്ത് ചെയ്താൽ മതി? റവന്യൂ കണ്ടോ വന്നു, ടാബ് പ്രസ് ചെയ്യുക, എൻ്റർ അടിക്കുക. അതായത് ഇവിടെ നമ്മൾ ഈ സെലക്ഷൻ എന്ന് പറഞ്ഞ ജോലി ഒഴിവായി കിട്ടും. ഇനി നമുക്ക് കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈസ് ഈക്വൽ ടു കൗണ്ട് റവന്യൂ. കൗണ്ട് ഇഫ് ആണെന്നുണ്ടെങ്കിൽ ഈസ് ഈക്വൽ ടു, ഇപ്പൊ ഒരു 3000ന്റെ മേലെയാണെന്നുണ്ടെങ്കിൽ ഈസ് ഈക്വൽ ടു 3000ന്റെ മേലെ റവന്യൂ ഉള്ള എത്ര സിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ കൗണ്ട് ഇഫ് എന്താണ്? റവന്യൂ കോമ ഇൻവേർട്ടഡ് കോമ greater than
12,000. 10 സിറ്റിയിൽ നിന്ന് എന്തുണ്ട്? 3000 മേലെ റവന്യൂ. ഒന്ന് ചെയ്തു നോക്കിയേ. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. റേഞ്ച് സെലക്ട് ചെയ്ത് അതിന് പേര് കൊടുക്കുക. പിന്നെ ഫോർമുല ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, റേഞ്ച് സെലക്ട് ചെയ്യണ്ട. ആ ഫോർമുലന്റെ കൂടെ ബ്രാക്കറ്റിൽ എന്ത് ചെയ്താൽ മതി, എന്താണോ നമ്മൾ ആ റേഞ്ചിന് പേര് കൊടുത്തത് അതിട്ട് അടുത്താൽ മതി. എന്നിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫോർമുലയാണോ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ആൻസർ നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. ചെയ്യാൻ പറ്റുന്നവർ ചെയ്ത് നോക്കുക, അല്ലാത്തവർ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്യുക. ക്ലിയർ ആയോ? യെസ്. Yes. സോ ഇത് മുന്നാരെങ്കിലും പഠിച്ചിട്ടുണ്ടായിരുന്നോ? അങ്ങനെ നെയിം ചെയ്യുന്നത് സ്കൂളിൽ ഇല്ല. പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഇനി നമുക്ക് ഇതിന്റെ കൂടെ ഇപ്പൊ നമ്മൾ എല്ലാ ഫോർമുലാസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബേസിക് ആയിട്ട് നമുക്ക് ഒരുപാട് ഫോർമുലാസ് ഉണ്ട് എക്സൽ. അത് ഒരു ദിവസം കൊണ്ട് ഒരു മാസം കൊണ്ടൊന്നും തീരൂല. എക്സൽ എന്ന് പറഞ്ഞത് ഒരു ബിഗ് എന്താ പറയാ ഡാറ്റ മാനേജ്മെന്റ് സിസ്റ്റം ആണ്. അപ്പോൾ ബേസിക് ആയിട്ട് നിങ്ങൾ ഏതൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാലും, ഏതൊരു വർക്ക്, ഏതൊരു കോഴ്സ് പഠിക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ ഏതൊരു ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബേസിക് ഫോർമുലാസ് ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഡാറ്റ ഫോർമാറ്റിംഗ് ചെയ്യാൻ പോവാണ്. ഡാറ്റ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഡാറ്റനെ സ്പ്ലിറ്റ് ചെയ്യുന്ന പരിപാടി. ഡാറ്റ ഫോർമാറ്റിംഗ് അല്ലെങ്കിൽ എന്താ പറയുക, ലോവർ കേസും അപ്പർ കേസും ഒക്കെ ആക്കുന്ന പരിപാടി നമുക്ക് ഈ തന്നെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം എനിക്ക് ഇവിടെ കുറേ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതിനെ എനിക്ക് ക്യാപിറ്റൽ ലെറ്റർ ആക്കണം. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? സമ്മ്, മാക്സിമം, മിനിമം, ലാർജ്, സ്മോൾ, കൗണ്ട് ഇഫ്, ഇതിനെല്ലാം എനിക്ക് ക്യാപിറ്റൽ ലെറ്റർ ആക്കണം. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ? മറ്റേ ഡാറ്റ ഫോർമാറ്റിംഗിൽ എന്താ ചെയ്യേണ്ടത്? ഏത് ഫോർമുല യൂസ് ചെയ്യേണ്ടത്? ഈക്വൽ ടു അപ്പർ കേസ്. യെസ്, എക്സലന്റ്. ഈസ് ഈക്വൽ ടു, അറിയണവരുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ പറയണം. എന്താണ്? നേരെ അപ്പർ ടാബ് പ്രസ് ചെയ്യുക, റേഞ്ച് സെലക്ട് ചെയ്യാം. ഇവിടെ സമ്മ് വന്നു. ഇനി എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ വരാത്തത് ഇവിടെ ഈ കോളം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ കോളത്തിനെ ഡിലീറ്റ് ആക്കി. എന്നിട്ട് കണ്ടോ, എല്ലാം ഇതാക്കി. ഇനി ഇത് ഇവിടെ വരുള്ളൂ. നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് എങ്ങനെ പേസ്റ്റ് ചെയ്യണം? നോർമൽ കൺട്രോൾ വി വെച്ചിട്ട് പേസ്റ്റ് ചെയ്താൽ മതിയോ? അപ്പൊ ശരിയാവുമോ? ഞാനിവിടെ കൺട്രോൾ വി, എന്താണ്, എനിക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടൂല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? പേസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോൾ നിങ്ങൾ എക്സലിൽ പേസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കൺട്രോൾ സി കൺട്രോൾ വി ഷോർട്ട് കട്ടാണ്. പക്ഷേ ഫോർമുല വെച്ച് നമുക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റ നമ്മൾ പേസ്റ്റ് ചെയ്യുമ്പോൾ മൗസ് കൊണ്ട് പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് ആസ് വാല്യൂസ് എന്ന് കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, ഒന്നുകൂടെ പറയാം.
ഇവിടെ നമ്മുടെ ടാസ്ക് എന്താണ്? ഒന്നുമില്ല, ചെറിയ ടാസ്ക് ആണ്. ഈ പേരുകള് ഇവിടെ സം, മാക്സിമം, മിനിമം, ലാർജ്, സ്മോൾ, കൗണ്ട്, കൗണ്ടീഫ്, ആവറേജ്, ഇൻസെന്റീവ് എന്നൊക്കെ ഉണ്ട്. ഇതിനെ നമുക്ക് ക്യാപിറ്റൽ ലെറ്ററിൽ പ്രസന്റ് ചെയ്യണം. ചിലപ്പോൾ നമ്മളൊരു ഡാറ്റ പ്രസന്റ് ചെയ്യുമ്പോൾ അവരെന്ത് ചോദിക്കും? ക്യാപിറ്റൽ ലെറ്ററിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. അങ്ങനെ ക്യാപിറ്റൽ ലെറ്ററിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുമ്പോൾ നമ്മൾ ഏത് ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. അല്ലാതെ ഒന്നുമില്ല. ഇത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് ഈ എക്സൽ. മനസ്സിലായോ? ഏതൊരാൾക്കും താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് പഠിക്കാനും ഏറ്റവും ഉപയോഗമുള്ള സംഭവം. ചെയ്യണതൊക്കെ സെയിം ആണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നത്. ഈസ് ഈക്വൽ ടു അപ്പർ. ക്യാപിറ്റൽ ലെറ്റർ ആക്കാനുള്ള ഫോർമുല ആണ് എന്ത്? അപ്പർ. നമ്മൾ അപ്പർ ടൈപ്പ് ചെയ്തു. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് എന്താണ്? ടാബ് പ്രസ് ചെയ്തു. അപ്പർന്ന് ടൈപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്താ? ടാബ് ബട്ടൺ പ്രസ് ചെയ്തു. ഈ നോർമലി ഏതിനെയാണ് നമുക്ക് അപ്പർ കേസിലേക്ക് ആക്കേണ്ടത്? ഈ ഒരു സംഭവത്തിനെയാണ് നമുക്ക് അപ്പർ കേസിൽ ആക്കേണ്ടത് അല്ലെ? സമ്മ് തൊട്ടിട്ട് ഇൻസെന്റീവ് വരെയുള്ള സംഭവത്തിനെയാണ് നമുക്ക് അപ്പർ കേസിലേക്ക് ആക്കേണ്ടത്. ഇതിനെയാണ് നമുക്ക് അപ്പർ കേസിലേക്ക് ആക്കേണ്ടത്. ഇവിടെ സമ്മ് വന്നു. ഇനി നമ്മൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോ എല്ലാം ക്യാപിറ്റൽ ലെറ്ററിൽ വന്നു. ഇനി ഇവിടെ ഈ ക്യാപിറ്റൽ ലെറ്ററിലുള്ള കാര്യം എനിക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ സി, കോപ്പി. കോപ്പി എന്നുള്ള ഫംഗ്ഷൻ എന്താണ്? കൺട്രോൾ സി ആണ്. കൺട്രോൾ സി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ കൊടുത്തിട്ട് നോർമലി നമ്മൾ പേസ്റ്റ് ചെയ്യാന് കൺട്രോൾ വി ആണ് യൂസ് ചെയ്യാറുള്ളത്. കൺട്രോൾ വി യൂസ് ചെയ്യുന്നതിന് പകരം അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർമുല കൊണ്ട് ഉണ്ടാക്കിയ ആൻസർ എന്ത് ചെയ്യൂല? വരൂല. അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കണ്ടോ പേസ്റ്റ് ഓപ്ഷൻസ്. ഫസ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആൻസർ വരുന്നില്ല. രണ്ടാമതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തുണ്ട്? ആൻസർ വരുന്നുണ്ട്. അപ്പൊ ക്യാപിറ്റൽ ലെറ്റർ ആക്കാനുള്ള ഫോർമുല ഈസ് ഈക്വൽ ടു അപ്പർ. ഒന്ന് നോട്ട് ചെയ്യാം. പേറോൾ പ്രിപ്പറേഷൻ നമ്മൾ ആദ്യം ബേസിക് പഠിച്ചാലല്ലേ നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ എന്താ പറയാ, ടൈറ്റിലായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ടൈറ്റിൽ എക്സൽ ഫോർമുലാസ് എന്നുള്ളത് നിങ്ങൾ പഠിച്ചാൽ മതി. എക്സൽ ബേസിക് ഫോർമുലാസ്. ഇത് എക്സലിന്റെ ബേസിക് ആണ്. ഇതറിയാതെ നമുക്ക് നല്ല രീതിയിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് പേറോൾ ഉണ്ടാക്കാനേ പറ്റുള്ളൂ. ടൈപ്പ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യണം? ഫോർമുല വെച്ചിട്ട് പേറോൾ ഉണ്ടാക്കണം. ഒറ്റ സിസ്റ്റം വെച്ചിട്ട് ഏതൊരാൾക്കും നമുക്കുള്ളൊരു പേറോൾ ഉണ്ടാക്കാൻ പറ്റണം. ഓക്കെ. ഇനി നമുക്ക് ഇതിനെ സ്മോൾ ലെറ്റർ ആക്കണം. പഴയ പോലെ തന്നെ സ്മോൾ ലെറ്റർ ആക്കണം. അപ്പൊ നമ്മൾ എന്താ ഏത് ഫോർമുല യൂസ് ചെയ്യാം? ഈസ് ഈക്വൽ ടു ലോവർ. നോർമലി ഇത് സെലക്ട് ചെയ്യാം. 100 ചെയ്യാം.
ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇനി വേറൊരു ഫോർമുല ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രോപ്പർ എന്ന് പറഞ്ഞിട്ട് അപ്പർ ലോവർ പ്രോപ്പർ. പ്രോപ്പർ കേട്ടിട്ടുണ്ടോ? ഇല്ല. പ്രോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ഫോർമാറ്റിലാക്കുക അല്ലെ? ഇപ്പൊ ഒരു പേരൊക്കെ എഴുതുമ്പോൾ നമ്മൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററിലാക്കുമല്ലോ. അതിനാണ് നമ്മൾ പ്രോപ്പർ എന്ന് യൂസ് ചെയ്യുന്നത്. നേരെ ഈസ് ഈക്വൽ ടു പ്രോപ്പർ. കണ്ടോ? എല്ലാത്തിന്റെയും ഫസ്റ്റ് ലെറ്റർ എന്തിൽ വന്നിട്ടുണ്ടാവും? ക്യാപിറ്റൽ ലെറ്ററിൽ വന്നിട്ടുണ്ടാവും. ഇവിടെ ഇതുവരെ ക്ലിയർ ആണോ? അറ്റ്ലീസ്റ്റ് ചെറിയൊരു ഐഡിയ കിട്ടിയോ ഏതൊക്കെയാണ് ബേസിക് ഫോർമുലാസ് എന്നുള്ളത്? ഇനിയൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ്, നിങ്ങൾ കിട്ടുന്ന ഫ്രീ സമയത്തിൽ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ്. ഇനി നമ്മൾ ഫോർമാറ്റ് ആസ് ടേബിൾ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, കണ്ടീഷൻ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഓക്കെ, ഈ ഫോർമാറ്റ് ആസ് ടേബിൾ എന്ന് എന്തിനാന്ന് പഠിച്ചവർ എത്ര പേരുണ്ട്? ഫോർമാറ്റ് ആസ് ടേബിൾ എന്ന് പറഞ്ഞൊരു ടൂൾ ഉണ്ട്. ഇത് എന്തിനാന്ന് പഠിച്ചിട്ടുണ്ടോ? സ്കൂളില് ക്ലാസ്സിൽ എന്തിനാണെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, എന്തിനാണ് സനി ഒന്ന് പറയാൻ പറ്റുമോ? നമ്മളിവിടെ ഡാറ്റ ഉണ്ടാക്കുകയാണ്, ഒരു പുതിയൊരു ഡാറ്റ ജസ്റ്റ് ഉണ്ടാക്കുകയാണ്. ഞാനൊരു ഷീറ്റ് എടുത്തു. ഇപ്പോ ABC 5 ആൾക്കാരെ പേര്, അഞ്ച് ആൾക്കാരാണ്. നിങ്ങൾ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലെ ഒരു ഡാറ്റ ഉണ്ടാക്കുക. സബ്ജക്റ്റ് 1, വേറൊരു ഫോർമുലയും കൂടെ പഠിപ്പിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് റാൻഡം ആയിട്ട് എന്തെങ്കിലും ഒരു നമ്പർ ഇടണം എന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫോർമുല. വെറുതെ നമുക്ക് ആവശ്യമില്ലാതെ കുറച്ച് നമ്പർ ചെറുപറയാൻ ഇടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതേപോലെ പഠിക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫോർമുലയാണ് ഈസ് ഈക്വൽ ടു റാൻഡ് ബിറ്റ്വീൻ. ഒരുപാട് പഠിക്കേണ്ട ആവശ്യങ്ങൾക്കൊക്കെ റാൻഡം നമ്പേഴ്സ് ഇടാൻ വേണ്ടിയിട്ട് റാൻഡ് ബിറ്റ്വീൻ അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് എനിക്കിപ്പോ ഒരു 500 1000 ഇടയിലുള്ള നമ്പേഴ്സ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 500, 1000 എൻ്റർ അടിക്കുക. കണ്ടോ? ഒറ്റടിക്ക് വിത്തിൻ സെക്കൻഡ്സ് റാൻഡം നമ്പേഴ്സ്. ഇതൊന്നുമില്ല, റാൻഡം റാൻഡം നമ്പേഴ്സ് കിട്ടാനാണല്ലോ. അതിന് പഠിക്കാനൊക്കെ ഇതേപോലെ പെട്ടെന്നൊക്കെ നമുക്ക് സമയം കളയാതെ വർക്ക്ഔട്ട് ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് ഡാറ്റ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈസ് ഈക്വൽ ടു റാൻഡ് ബിറ്റ്വീൻ. ഒന്നുകൂടെ പറയാം, കൺട്രോൾ സെറ്റ് അടിച്ച് പറയാം. നമുക്കിപ്പോ ഇവിടെ സബ്ജക്ട്, ഞാനൊരു ഡാറ്റ ഉണ്ടാക്കാൻ വേണ്ടി സബ്ജക്ട് 1, സബ്ജക്ട് 2, സബ്ജക്ട് 3, സബ്ജക്ട് 4 കൊടുത്തിട്ടുണ്ടല്ലോ. എനിക്കിവിടെ
ഓരോ മാർക്ക് എൻ്റർ ചെയ്യണം. പക്ഷെ എനിക്ക് സമയമില്ല ഇത്ര ആൾക്കാർക്ക് മാർക്ക് എൻ്റർ ചെയ്യാൻ. അപ്പൊ എനിക്ക് പെട്ടെന്ന് ചെറുപറേനെ കുറച്ച് നമ്പർ ഇടാം. അതിനുള്ളൊരു ഫോർമുലയാണ് എന്ത്? റാങ്ക് ബിറ്റ്വീൻ ഈസ് ഈക്വൽ ടു റാങ്ക് ബിറ്റ്വീൻ. എനിക്ക് ഇടേണ്ട നമ്പർ ഒരു 500ന്റെ 1000 അല്ലെങ്കിൽ 1000ന്റെ 2000ന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? 1000, 2000 എന്റർ. റൈറ്റിലോട്ട് ഡ്രാഗ് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഓരോ സെല്ലിൽ ഓരോ നമ്പർ ഇടാൻ എത്ര പണിയുണ്ട്. ഇതെന്തിനാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമാറ്റ് ടേബിളിന്റെ ഉപയോഗം പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മളൊരു ടേബിൾ ഉണ്ടാക്കി അല്ലേ? നമുക്കിവിടെ ഒരു ടേബിൾ ഉണ്ട്. ഈ ടേബിളിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഉഷാറാക്കാം. ഇങ്ങനെ ഉഷാറാക്കാം. അത് മുഴുവനായിട്ടൊന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഫുള്ളായിട്ട് ബോർഡർ കൊടുക്കാനുള്ള ഓപ്ഷനാണ് ഇത്. നിങ്ങൾക്ക് അറിയുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഓൾ ബോർഡേഴ്സ് ബോർഡർ കൊടുത്തു അല്ലേ? ഇനി ഫോർമാറ്റ് ആസ് ടേബിളിന്റെ ഉപയോഗമാണ്. ഫോർമാറ്റ് ആസ് ടേബിൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതുപോലെ ഒരുപാട് ഓപ്ഷൻസ് വരും. നമുക്ക് ഇഷ്ടമുള്ള കളറോ ഇഷ്ടമുള്ള സെലക്ടോ ഫോർമാറ്റ് സെലക്ട് ചെയ്യാം. അപ്പൊ കണ്ടോ, ഓട്ടോമാറ്റിക് ആയിട്ട് ബൈ ഡീഫോൾട്ട് ഈ ഡാറ്റ മുഴുവൻ സെലക്റ്റഡ് ആവും. അപ്പൊ നമ്മൾ കൊടുക്കുക ഓക്കെ കൊടുക്കുക. കണ്ടോ, ഒന്നും കൂടെ ഒന്ന് ഉഷാറായിട്ട് വന്നു. ഇനി നമുക്ക് ഇതിന്റെ ടോട്ടൽ കാൽക്കുലേഷൻസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ടോട്ടൽ റോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ടോട്ടൽ റോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ടോട്ടൽ റോ എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക. സബ്ജക്ട് 4ന്റെ എനിക്കിവിടെ വന്നിട്ടുണ്ട്. ഇനി എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ളത് എന്താണ്? സമ്മാണ്. കണ്ടോ, സമ്മാണ്. എനിക്ക് മിനിമം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് മിനിമം ആക്കി കൊടുക്കുക. ഏറ്റവും മിനിമം സ്കോറുള്ള വാല്യൂ എത്രയുണ്ട്, കൗണ്ട് എത്രയാണ്, മൊത്തം എത്ര ആൾക്കാരുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇതൊക്കെ നമ്മൾ കാൽക്കുലേഷന് വേണ്ടി ഉപയോഗിക്കണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഫോർമാറ്റ് ആസ് ടേബിൾ ചെയ്താൽ മതി. നമ്മൾ മാത്സിൽ കുറെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്താണോ ചെയ്യേണ്ടത്, ഒരു ടേബിളിൽ ഇടുക, ഫോർമാറ്റ് ആസ് ടേബിൾ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ടോട്ടൽ റോ ആക്റ്റീവ് ആക്കുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ആവറേജ്. സമ്മിഫ് നമ്മൾ റേഞ്ച് സെലക്ട് ചെയ്യുക. കേട്ടോ, ഇവിടെ നമുക്ക് വേണ്ട റേഞ്ച് സെലക്ട് ചെയ്യുക. ക്രൈറ്റീരിയ, എന്താ ക്രൈറ്റീരിയ? ഗ്രേറ്റർ ദാൻ 1200. സം റേഞ്ച്. കണ്ടോ, സബ്ജക്ട് 4ൽ 1200ന്റെ മേലുള്ളത് മാത്രം കൗണ്ട് ചെയ്യാം. കൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ളതാണ് സമ്മിഫ്. നമുക്ക് ഒരുപാട് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ തന്നെ നമുക്ക് എല്ലാ ഫങ്ഷൻസും ചെയ്യാൻ പറ്റും. ഇനി ആ ഒരു സബ്ജക്റ്റിന് മാത്രമല്ല, നമുക്ക് തോന്നുന്നുണ്ടാവും ഈ ഒരു സബ്ജക്റ്റിന് മാത്രമല്ല ഇവിടെ ഡ്രോപ്പ് ഡൗൺ കാണുന്നുള്ളൂ. ഇവിടെ ക്ലിക്ക് ചെയ്താലോ ഇവിടെ ഡ്രോപ്പ് ഡൗൺ വരും. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഫോർമുലാസും ഇവിടെ ഉണ്ടാവും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ഫോർമുലാസും ഉണ്ടാവും. ക്ലിയർ ആയോ? അത് ഒന്നുകൂടെ പറയണം. ഫോർമാറ്റ് ആസ് ടേബിളിന്റെ യൂസ് മനസ്സിലായില്ലേ? അതോ ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യണോ?
ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യോ? ഒരു പെട്ടെന്നൊരു ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് മനസ്സിലായോ? റാൻഡ് ബിറ്റ്വീൻ ഫോർമുല യൂസ് ചെയ്യാൻ എങ്ങനെയെന്ന് മനസ്സിലായോ? അതിനി പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഇനി ഈ ഒരു ടേബിളിന്റെ പല കാൽക്കുലേഷൻസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരിക എന്ന് വെക്കുക. നമുക്ക് ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ട് അതിന്റെ പല കാൽക്കുലേഷൻസ് നമുക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം വരികയാണെന്ന് വെക്കുക. ചെയ്യേണ്ട ഒരു ആവശ്യം വരികയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ്. അതിനുള്ളൊരു ടൂളാണ് എന്ത്? ഫോർമാറ്റ് ആസ് ടേബിൾ. നമുക്കിപ്പോൾ ഓരോ സംഭവങ്ങളുണ്ട്, പല കാറ്റഗറിയിലുള്ള സംഭവങ്ങളുണ്ട്. ഞാൻ സബ്ജക്ട്സ് കൊടുത്തു. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ഇവിടെ പോയിട്ട് ഏതെങ്കിലും ഒരു സെല്ലിൽ ഈ ഡാറ്റ ഫില്ല് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു സെല്ലിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഫോർമാറ്റ് ആസ് ടേബിൾ എന്ന് പറഞ്ഞ ടൂളിൽ പോവുക. അപ്പൊ നമുക്ക് അങ്ങനെ ഒരുപാട് രസമുള്ള പല ടേബിളുകളും കാണിക്കും. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു ടേബിൾ ഫോർമാറ്റ് സെലക്ട് ചെയ്യാം. ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഫസ്റ്റ് ക്ലിക്ക് ഓൺ ദ ഡാറ്റ, നെക്സ്റ്റ് ക്ലിക്ക് ഓൺ ടേബിൾ, സെലക്ട് എനി ടേബിൾ സ്റ്റൈൽ. മൂന്നാമത്തെ സ്റ്റെപ്പ്, സെലക്ട് എനി ടേബിൾ സ്റ്റൈൽ. Select any table style. So now click OK. Automatic ആയിട്ട് നിങ്ങളെ വിൻഡോ സെലക്ടഡ് ആവും. നെക്സ്റ്റ് ക്ലിക്ക് OK. Click OK. Okay. Now click on total row in the toolbar. Click on total row in the toolbar. There is an option of total row in the toolbar. So click it. സോ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടോ ഓട്ടോമാറ്റിക് ആയിട്ട് ടോട്ടൽ വാല്യൂ ഇവിടെ ഹൈലൈറ്റഡ് ആവും. നൗ ടു ഗെറ്റ് കാൽക്കുലേറ്റഡ് ആൻസേഴ്സ് ക്ലിക്ക് ഓൺ ദ ലാസ്റ്റ് റോ. സോ യു വിൽ സീ എ ഡ്രോപ്പ് ഡൗൺ. Click on the last row where you will see a drop down. ആ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് ഫോർമുലാസ് അതിലുണ്ട്, അതെല്ലാം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. കൗണ്ട് മിനിമം, പിന്നെ സം ഈഫ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അങ്ങനെ പല കാര്യങ്ങൾ. ഏതിനു വേണ്ടെങ്കിലും നമുക്ക് ഏത് എന്താ പറയുക മാത്തമാറ്റിക്കൽ സൊല്യൂഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്താൻ പറ്റും. ഇനി നമുക്ക് ഇവിടെ ഫിൽട്ടർ ചെയ്യാനും പറ്റും. നമുക്കിപ്പോ എന്റെ ഡീറ്റെയിൽസ് മാത്രം മതി, അല്ലെങ്കിൽ എയുടെയും ബിയുടെയും ഡീറ്റെയിൽസ് മാത്രം മതി. അപ്പൊ എന്ത് ചെയ്യാം? ഇവിടെ ക്ലിക്ക് ചെയ്യുക, സെലക്ട് ഓൾ കൊടുക്കുക, എ ബി. ഫിൽട്രേഷൻ നമുക്ക് പറ്റും. കണ്ടോ, എൻ്റെയും ബിൻ്റെയും ഡീറ്റെയിൽസ് മാത്രം. ഇനി വീണ്ടും എല്ലാവരും വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ വീണ്ടും ക്ലിക്ക് ചെയ്യുക, എയും ബിയും അൺക്ലിക്ക് ചെയ്യുക, സെലക്ട് ഓൾ കൊടുക്കുക.
ഇതുവരെ ക്ലിയർ ആയോ? Yes. ഓക്കെ. ഇനി നമ്മൾ വേറൊരു ചെറിയ കാര്യം കൂടെ പഠിക്കുകയാണ്. എന്നിട്ട് നമുക്ക് ബാലൻസ് നെക്സ്റ്റ് ക്ലാസ് ചെയ്യാം. ഡാറ്റ ഫോർമാറ്റിംഗ്, ഒരു ഡാറ്റ സ്പ്ലിറ്റ് ചെയ്യണത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. ഇപ്പൊ ഞാനിവിടെ ഷീറ്റ് 3 ജസ്റ്റ് പെർമിറ്റ് നമ്പർ സെലക്ട് ചെയ്തു. അതായത് ഒരു ബേസിക് ആവശ്യം വരുന്ന ഒരു ഫോർമുലയാണ്. കുറച്ച് പെർമിറ്റ് നമ്പർ സെലക്ട് ചെയ്തു, അതോടെ പേസ്റ്റ് ചെയ്തു. എനിക്ക് ഒരു കോളത്തിൽ ഈ ലാസ്റ്റത്തെ 4 ഡിജിറ്റ്സ് മാത്രം വരണം. അതായത് 95 GB എന്ന് മാത്രം വരണം എല്ലാ പെർമിറ്റ് നമ്പറിലും. ലാസ്റ്റ് 4 ഡിജിറ്റ്സ് മാത്രം എനിക്ക് നെക്സ്റ്റ് കോളത്തിൽ വരണം എന്ന് വെക്കുക. അപ്പൊ ആ സിറ്റുവേഷനിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് ഈസ് ഈക്വൽ ടു, ലാസ്റ്റ് 4 ആണെന്നുണ്ടെങ്കിൽ ഈസ് ഈക്വൽ ടു റൈറ്റ്, ടാബ് പ്രസ് ചെയ്യുക, റേഞ്ച് സെലക്ട് ചെയ്യുക, കോമ, ലാസ്റ്റ് 4 സിമ്പിൾ ആണ്, പക്ഷെ ഇത് ഉപയോഗമുണ്ട്. ഞാൻ പറയാൻ വിട്ടതാണ്. ജസ്റ്റ് എൻ്റർ ചെയ്യുക. ഇപ്പൊ കണ്ടോ, എനിക്ക് എല്ലാത്തിൻ്റെയും ലാസ്റ്റ് 4 കിട്ടി. ഈ ലാസ്റ്റ് 5 ആണെങ്കിൽ നമ്മൾ നേരത്തെ പോലെ ഇവിടെ എന്താക്കി കൊടുത്താൽ മതി, 4 മാറ്റിയിട്ട് 5 കൊടുത്തിട്ട് എൻ്റർ അടിച്ചാൽ മതി. 5 കിട്ടും. എന്നിട്ട് ഇങ്ങോട്ട് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇനി ലെഫ്റ്റത്തെ വേണമെന്നുണ്ടെങ്കിലോ ഫസ്റ്റത്തെ 4 കിട്ടണമെന്നുണ്ടെങ്കിലോ ഈസ് ഈക്വൽ ടു ലെഫ്റ്റ്. ഇതേപോലെ തന്നെ റേഞ്ച് സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ലെഫ്റ്റത്തെ ഫസ്റ്റ് 4 ആണെന്നുണ്ടെങ്കിൽ എൻ്റർ. ക്ലിയർ ആയോ? ഒന്നുമില്ല. ലാസ്റ്റത്തെ 4 ആണെങ്കിൽ റൈറ്റ്, ഫസ്റ്റത്തെ കിട്ടണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ്. നോട്ട് ചെയ്തോ? എനിക്ക് ഇത് ഇനി രണ്ടും ഒരു സെല്ലിൽ വരണം. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, അത് ഭയങ്കര രസമുള്ള 5495 GB അല്ലേ? 495 GB SMH9. ഞാൻ ഇതുപോലെ ടൈപ്പ് ചെയ്ത് വെച്ചു, ക്ലിക്ക് ചെയ്തു. കണ്ടോ, ഈ 2 കോളം ഒരു കോളായി. ഒന്നും കൂടെ പറയാം അല്ലെ, പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടാവില്ല. എന്താണ് നമ്മൾ ആവശ്യം? എന്താണ്? 2 കോളത്തിലുള്ളത് 2 കോളത്തിലുള്ളതും കൂടെ ഒരു കോളത്തിൽ വരണം അല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് കോളത്തിൽ വരുന്നത് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക 495 GB SMH9. ഇത് ടൈപ്പ് ചെയ്തു, എൻ്റർ അടിക്കുക. എന്നിട്ട് വീണ്ടും ഈ ഫസ്റ്റ് സെല്ലിൽ എന്ത് ചെയ്യുക, അവിടെ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യണം. മൗസിന്റെ റൈറ്റ് കോർണർ ഇവിടെ ഇങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഒരു ഇത് വരും അല്ലേ? എന്നിട്ട് ഇവിടെ ഒരു ബ്ലൂ ഐക്കൺ കണ്ടോ? ആ ബ്ലൂ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ആ ബ്ലൂ ഐക്കണിൽ പോയിട്ട് ഫ്ലാഷ് ഫിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ഓൺ ഫ്ലാഷ് ഫിൽ to bring 2 documents into one column, two data into two different column to one column. Click on flash fill. എന്ത് ചെയ്ത് നമുക്കെല്ലാം കിട്ടി. കണ്ടോ, വളരെ സിമ്പിൾ. ഇതിനാണ് നമ്മൾ ഡാറ്റ ഫോർമാറ്റിംഗ്. നിങ്ങളെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്.
ഡാറ്റ ഫോർമാറ്റിംഗ്, അതുപോലെ തന്നെ ബേസിക് കാൽക്കുലേഷൻസ്. അപ്പൊ അത് രണ്ടും നമ്മൾ ഇന്ന് കവർ ചെയ്തിട്ടുണ്ട്. നാളെ നമ്മൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് പോകും. അപ്പൊ ഇതുവരെ ചെയ്തത് ഒന്നും കൂടെ നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെ വേണ്ടത്, എങ്ങനെ വേണ്ടത്, നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിന്റെ ഒരു ഫീഡ്ബാക്ക് എനിക്ക് ചാറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ? നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെ നിങ്ങൾക്ക് പഠിക്കണം, എക്സലില്, അതുപോലെ ഇന്നെടുത്തത് മനസ്സിലായോ, ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ടെക്സ്റ്റ് ചെയ്യുക. ഇതിന്റെ ബാക്കി ശരിക്കും നമ്മൾ ഇതൊരു പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മിനി അക്കൗണ്ടന്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എന്താ പറയാ, ഇതിന്റെ ബാക്കി ഇതേ സമയത്ത് നമ്മൾ നെക്സ്റ്റ് ഡേ കണ്ടിന്യൂ ചെയ്യും. ഇന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ഇന്നത് പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ലാസ്റ്റ് പറഞ്ഞതൊന്നും കൂടെ പറയാം. ലാസ്റ്റ് പറഞ്ഞതിന്റെ നമ്മളെ ആവശ്യം എന്താണ്? ഇവിടെ ഒരു ഡാറ്റ കോളം എച്ചിലാണ്, വേറൊരു ഡാറ്റ കോളം ഐയിലാണ്. എനിക്ക് ഈ കോളം എച്ചിലും കോളം ഐയിലുള്ള ഡാറ്റ എന്ത് ചെയ്യണം? ഒരു കോളത്തിൽ കിട്ടണം. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? 4 9 5 GB ഇതാണ് ഫസ്റ്റ് കോളത്തിലുള്ളത്, എച്ചിലുള്ളത്. അത് ടൈപ്പ് ചെയ്തു. ഐയിലുള്ളത് SMH9 ആണ്, SMH9 അതും ഞാൻ ടൈപ്പ് ചെയ്തു അല്ലേ? എന്നിട്ട് ഞാൻ എൻ്റർ അടിക്കുക. എന്റെ ആവശ്യം എന്താണ്? കോളം എച്ചും ഐയിലും കൂടെ എന്തിന് വരണം? കോളം ജെയില് വരണം. എന്നിട്ട് ഇങ്ങോട്ട് താഴത്തേക്ക് ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്തിട്ട് അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ എന്താണ്? കറക്റ്റ് അല്ല കിട്ടിയിട്ടുള്ളത്, കറക്റ്റ് ഇതിലുള്ളതല്ല ഇതിൽ വന്നിട്ടുള്ളത്. അത് വരാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെ ഒരു ബ്ലൂ ഐക്കൺ കണ്ടോ? ആ ബ്ലൂ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഫ്ലാഷ് ഫിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഫ്ലാഷ് ഫിൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ രണ്ട് കോളത്തിലുള്ള സംഭവം ഒരുമിച്ചിട്ട് എന്തിൽ കിട്ടും? വേറെ പുതിയൊരു കോളത്തിൽ കിട്ടും. ഓക്കെ, സോ അപ്പൊ നാളെ ബാക്കി ഇന്നത്തെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. നാളെ ബാക്കി എന്ത് ചെയ്യാം? നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. ഇന്നത്തെ മനസ്സിലായിട്ടില്ലെങ്കിൽ പറയാ. നാളെ ഇതേ രീതിയിൽ പോയാൽ മതിയെങ്കിൽ അത് പറയാം. ഇതൊക്കെ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതെല്ലാം എക്സാമിന് വരാനുള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് എക്സാമിന് ബേസിക് കാൽക്കുലേഷൻസ് ആണ് വരിക. അപ്പോ അത് നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. ഏത് കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഫോർമുല തെറ്റിയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സംഭവം ഫോർമാറ്റ് ഇത് ഞാൻ നിങ്ങൾക്ക് എക്സാമിന് ബുക്കിലുള്ള സംഭവമല്ല. എക്സാമിന് ഇൻ കേസ് ഫോർമുല കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഫോർമാറ്റ് ടേബിൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് എല്ലാ കാൽക്കുലേഷനും ചെയ്യാൻ പറ്റും. കാരണം ഇതെല്ലാം ഡ്രോപ്പ് ഡൗണിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നാളെ ബാക്കി എല്ലാവരും കാണാമെന്ന് വിചാരിക്കുന്നത്. കാരണം ഇതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. ഗ്രാഫ് പ്രസന്റേഷൻസ് നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യും കേട്ടോ. ഗ്രാഫ് അതുപോലെ തന്നെ പെർസെന്റേജ് കാൽക്കുലേഷൻസ് നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യും. നാളെയാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ളത്. ഇന്ന് ഞാൻ ബേസിക്സ് ഞാൻ പറഞ്ഞല്ലോ, എക്സൽ നമുക്ക് 3 ദിവസം കൊണ്ടോ 6 ദിവസം കൊണ്ടോ ഒന്നും പറഞ്ഞാൽ തീരുന്ന ഒരു കാര്യമല്ല. ബേസിക്സ് മാത്രമേ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളൂ. മറ്റേ GNU അത് വേറെ സാറായിരിക്കും പറഞ്ഞു തരും, അത് ഞാനല്ല. ഞാൻ എക്സൽ മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തരുള്ളൂ. എക്സലുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, ഇപ്പൊ ക്ലാസ് ഉപയോഗപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണ്. ഒന്ന് പഠിച്ചതൊക്കെ എന്താണ് ഓർത്ത് വെക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ശരി, താങ്ക് യു ഓൾ. നാളെ അതേ സമയം കം ഓൺ ടൈം. ഓക്കെ, എല്ലാവരും ഓൺ ടൈമിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൺ ടൈമിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങൾക്കും ടൈം ലാഭമാണ്, എനിക്കും ടൈം ലാഭമാണ്. ഇതില് ഇപ്പൊ കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ഒക്കെ ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്കോപ്പാണ് കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്. അതോടൊപ്പം തന്നെ എക്സൽ അറിയുന്നുണ്ടെങ്കിൽ ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ആരൊക്കെ എന്റെ സ്ക്രീനിൽ എന്താണ് എറിയാനുള്ളത് അറിയണമെന്നല്ലോ, കുറെ അമ്പുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ശരി എന്നാ, താങ്ക് യു ഓൾ, ടേക്ക് കെയർ. താങ്ക് യു സർ.